Alhamdulillah. Allahumma salli ala sayyidina Muhammad. Rabbi shrah li sadri wa yassir li amri wa hlul 'uqdatam min lisani yafqahu qawli. Rabbi shrah li sadri wa yassir li amri wa hlul 'uqdatam min lisani yafqahu qawli. Rabbi shrah li sadri wa yassir li amri wa hlul 'uqdatam min lisani yafqahu qawli. Allahumma salli ala sayyidina Muhammadin wa ala ali sayyidina Muhammad. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, സ്റ്റേജിലും സദസ്സിലുമുള്ള പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികൾ, പോപ്പുലർ ഫ്രണ്ടിൻ്റെ 2 പ്രവർത്തകർ ബീഹാറിൽ നിന്ന് മുംബൈയിലേക്ക് സംഘടനയുടെ ആവശ്യാർത്ഥം യാത്ര ചെയ്യവേ യു പിയിൽ വെച്ച് ട്രെയിനിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. യു പിയിൽ നടക്കാൻ പോകുന്ന ഹിന്ദു സമൂഹത്തിൻ്റെ ആഘോഷമായ വസന്ത പഞ്ചമിയിൽ ബോംബ് സ്ഫോടനം നടത്തി ആളുകളെ കൊല്ലാൻ പദ്ധതിയിട്ട ആളുകളായിരുന്നു ഈ 2 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ എന്നാരോപിച്ചാണ് അവരെ അറസ്റ്റ് ചെയ്തത്. പോലീസ് അവരിൽ നിന്ന് പിടിച്ചെടുത്തു എന്ന് പറയുന്നത് 16ഓളം സ്ഫോടക വസ്തുക്കളും 12ഓളം റെയിൽവേ ടിക്കറ്റുകളും മെട്രോ റെയിൽ കാർഡുകളും ഡിറ്റനേറ്ററുകളും വെടിയുണ്ടകളും തോക്കുമടക്കം അതിഭീകരമായ വസ്തുവകകളുമായിട്ടാണ് ഈ 2 പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നാണ് യു പി പോലീസ്, യു പിയിലെ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് പത്രമാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട 2 പേരിൽ ഒരാൾ കോഴിക്കോട് ജില്ലയിലെ വടകര സ്വദേശിയായ ഫിറോസും മറ്റൊരാൾ പത്തനംതിട്ടക്കാരനായ അൻഷദുമാണ്. ഈ 2 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തതല്ല, തട്ടിക്കൊണ്ടുപോയതാണ്. 2-3 ദിവസം മുമ്പ് വരെ വീട്ടുകാരുമായി സംസാരിച്ചിരുന്ന, ഫോണിൽ ബന്ധപ്പെട്ടിരുന്ന ഈ 2 ചെറുപ്പക്കാരെ പിന്നീട് യാതൊരു ബന്ധവുമില്ലാതായപ്പോൾ വീട്ടുകാർ പോലീസിൽ പരാതി കൊടുക്കുകയും ആ പരാതി കേരളത്തിലെ 2 പോലീസ് സ്റ്റേഷനുകളിൽ എത്തിയപ്പോഴാണ് യു പിയിലെ പോലീസ് സേന ഇവരെ പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ ഒരു രാത്രിയിൽ 16-ാം തീയതി, ഫെബ്രുവരി 16-ാം തീയതി രാത്രിയിൽ കൊടും ഭീകരന്മാരെ അറസ്റ്റ് ചെയ്തു എന്ന രീതിയിൽ ഹാജരാക്കിയത്. എന്നിട്ട് പോലീസ് പറഞ്ഞത് ഇതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട അൻഷദ് പോപ്പുലർ ഫ്രണ്ടിന്റെ ആക്രമണ വിഭാഗത്തിന്റെ ദേശീയ മേധാവിയാണ്. അൻഷദും ഫിറോസും കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയിട്ടുള്ള ആളുകളാണ്. ഫിറോസിന് വളരെ മനോഹരമായ രമ്യഹർമ്മ്യം വടകരയിലുണ്ട്. അദ്ദേഹം നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് NDF-ൽ പ്രവർത്തിച്ചു വരുമ്പോൾ അവിടെ സബ് ഡിവിഷണൽ കമാൻഡർ ആയിരുന്നു. പിന്നീട് NDF നിരോധിക്കപ്പെട്ടപ്പോൾ STPI-യിൽ ചേർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഫിറോസ് എന്നൊക്കെയാണ് പോലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്ന കഥകൾ. അതിനിടയിൽ കേരളത്തിലെ ജന്മഭൂമി അടക്കമുള്ള പത്രങ്ങൾ ഇവർ ബംഗ്ലാദേശ് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു എന്നും അവിടെ നിരോധിക്കപ്പെട്ട ജമിയത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ഒരു സംഘടനയുമായി ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ ബന്ധപ്പെട്ടിരുന്നു. അവിടെ നിന്നാണ് സ്ഫോടക വസ്തുക്കൾ സ്ഫോടനം നടത്താനുള്ള പരിശീലനമൊക്കെ
ഈ ചെറുപ്പക്കാർക്ക് കിട്ടിയത് എന്നൊക്കെയായിരുന്നു പത്രമാധ്യമങ്ങളോട് പറഞ്ഞത്. അതൊന്നുകൂടെ കവച്ചു വെച്ചുകൊണ്ടാണ് കേരളത്തിലെ ജന്മഭൂമി അടക്കമുള്ള പത്രങ്ങൾ വാർത്ത പുറത്തുവിടുകയും ചെയ്തത്. പോപ്പുലർ ഫ്രണ്ട് ഇതിനെക്കുറിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യോഗിയുടെ യുപിയിൽ നടക്കുന്നത് എന്ത് എന്ന തലക്കെട്ടിലാണ് ഞങ്ങൾ പൊതുയോഗം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് യോഗിയുടെ യുപിയിൽ നടക്കുന്ന കാര്യം കേരളത്തിൽ പറയുന്നത് എന്ന് സ്വാഭാവികമായ ഒരു സംശയത്തിന് സാധ്യതയുണ്ട്. അതിൽ യാതൊരു സംശയത്തിനും ഇടയില്ല. കേരളത്തില് BJPയുടെ സംസ്ഥാന നേതാവ് കെ സുരേന്ദ്രൻ നയിച്ച കേരള യാത്ര, വിജയയാത്ര, ഈ വിജയയാത്ര കേരളത്തിലൂടെ മുഴുവൻ സഞ്ചരിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ അവിടെ നമ്മൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ ആ സ്റ്റേജിൽ കാണുന്നുണ്ട്. പക്ഷെ കാസർഗോഡ് നിന്ന് ആ യാത്ര ആരംഭിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയോ ഇന്ത്യ രാജ്യത്തിലെ ഏത് മന്ത്രിയെ വേണമെങ്കിലും ആ സ്റ്റേജിൽ കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നിട്ടും കെ സുരേന്ദ്രന്റെ യാത്രയ്ക്ക് ഉദ്ഘാടനം നിർവഹിച്ചത് ഇന്ത്യയിലെ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്നു. BJP ഭരിക്കുന്ന ഒരുപാട് സംസ്ഥാനങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിരിക്കെ, തൊട്ടടുത്തുള്ള കർണാടകയിലെ മുഖ്യമന്ത്രി ഉണ്ടായിരിക്കെ BJP കാസർഗോഡ് സ്റ്റേജിൽ കൊണ്ടുവരുന്നത് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയാണ്. എന്തുകൊണ്ടായിരിക്കും BJPയുടെ ഒരു യാത്ര ഉദ്ഘാടനം ചെയ്യാൻ ഒരുപാട് കേന്ദ്രമന്ത്രിമാരെയും വേണമെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും അതുമല്ലെങ്കിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും കിട്ടുമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് BJP യുപിയിലെ മുഖ്യമന്ത്രിയെ ഈ വിജയ് യാത്ര ഉദ്ഘാടനം ചെയ്യാൻ തെരഞ്ഞെടുത്തിട്ടുണ്ടാവുക? ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളവും യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ഒരു UP മുഖ്യമന്ത്രി കേരളത്തിലെ കാസർഗോഡ് വന്ന് ഒരു യാത്ര ഉദ്ഘാടനം ചെയ്യുന്നതിൽ ഒരു പ്രത്യേകതയും തോന്നിയിട്ടില്ല. ഒരു തരത്തിലുള്ള പ്രതിഷേധങ്ങളും കേരളത്തിലെ SDPI ഒഴിച്ചുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും ഭാഗത്ത് നിന്ന് കാസർഗോഡ് ഉണ്ടായിട്ടുമില്ല. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇത്രയും സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരിൽ നിന്ന് യോഗി ആദിത്യനാഥ് മികച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? വിജയ് യാത്ര ഉദ്ഘാടനം ചെയ്യാൻ, വിജയ് യാത്രയിലെ പതാക സുരേന്ദ്രന് കൈമാറാൻ മാത്രം എന്ത് യോഗ്യതയാണ് UP മുഖ്യമന്ത്രിക്ക് ഉള്ളത് എന്ന് നമ്മൾ ആലോചിച്ചു പോകുമ്പോഴാണ് UPയെ കുറിച്ച് ചിലതൊക്കെ കേരളത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്ന് പോപ്പുലർ ഫ്രണ്ട് മനസ്സിലാക്കുന്നത്. യോഗി ആദിത്യനാഥ് കെ സുരേന്ദ്രന് കൈമാറുന്ന പതാക കൈമാറുന്നത് ആർക്കും വിഷയമല്ലെങ്കിലും, ആർക്കും അതിലൊരു താല്പര്യവും ഇല്ലെങ്കിലും, ആർക്കും അതിലൊരു പ്രത്യേകതയും ഇല്ല എങ്കിലും പോപ്പുലർ ഫ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 30 വർഷവും ഞങ്ങൾ ചെയ്തതുപോലെ ഞങ്ങൾ ചില സൂചനകൾ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുന്നത്. എങ്ങോട്ടാണ് കേരളത്തെ കൊണ്ടുപോകാൻ കെ സുരേന്ദ്രന്റെ കീഴിലുള്ള ഭാരതീയ ജനതാ പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഭാരതീയ ജനതാ പാർട്ടിക്ക് വളം വെച്ച് നൽകുന്ന, അതിനെ വളർത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് കേരളത്തിലെ മറ്റേത് പ്രസ്ഥാനത്തിനും പറയാൻ ബാധ്യതയില്ലെങ്കിലും പോപ്പുലർ ഫ്രണ്ടിന് ബാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിലെ ജനങ്ങളെ സമീപിച്ചുകൊണ്ട് ഇത് അപകടമാണ് എന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട് എന്ന് പോപ്പുലർ ഫ്രണ്ട് തീരുമാനിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ 2 പ്രവർത്തകർ UPയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതിനൊക്കെ അപ്പുറം ഞങ്ങളുടെ പ്രവർത്തകർ അറസ്റ്റ് ചെയ്യുന്നത് UPയില് പോവുക എന്നത് ഞങ്ങളുടെ പ്രവർത്തകരുടെ ഒരു പദ്ധതിയായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ബീഹാറിൽ നിന്ന് മുംബൈയിലേക്കാണ് അവർ യാത്ര ചെയ്യുന്നത്.
അവർ പോയിട്ടുള്ളത് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മറച്ചു വെക്കേണ്ട ഒരു കാര്യമല്ല. കേരളത്തിൽ നിന്ന് തന്നെ വേണം ഇത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ വ്യാപിപ്പിക്കണമെങ്കിൽ അത് കേരളത്തിൽ നിന്ന് തന്നെ പോകണമെന്ന് പോപ്പുലർ ഫ്രണ്ട് നിശ്ചയിച്ചതാണ്. ഇതുപോലെയുള്ള നൂറുകണക്കിന് പ്രവർത്തകർ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി പണിയെടുത്തിട്ടുണ്ട്. മറ്റ് സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു ചോദ്യം അവർ ഉന്നയിച്ചേക്കാം, എന്തിനാണ് കേരളത്തിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ പോകുന്നത്? അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പോക്ക് പരിചയം ഉണ്ടാവില്ല. കാരണം മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാവട്ടെ മറ്റ് സംഘടനകളാവട്ടെ എല്ലാം വന്നിട്ടുള്ളത് ഉത്തരേന്ത്യയിൽ നിന്നാണ്. ഉത്തരേന്ത്യയിൽ നിന്ന് പ്രചാരകന്മാർ വന്നിട്ടാണ് RSS ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഉത്തരേന്ത്യയിൽ നിന്ന് ആളുകൾ വന്നിട്ടാണ് കോൺഗ്രസ് ഉണ്ടായിട്ടുള്ളത്. ഉത്തരേന്ത്യയിൽ നിന്ന് ആളുകൾ വന്നിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിട്ടുള്ളത്. ഉത്തരേന്ത്യയിൽ നിന്ന് ആളുകൾ വന്നിട്ടാണ് മുസ്ലിം ലീഗ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ പോപ്പുലർ ഫ്രണ്ട് നേരെ തിരിച്ചാണ്. പോപ്പുലർ ഫ്രണ്ട് ഉണ്ടായിട്ടുള്ളത് കേരളത്തിലാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ ആദ്യകാല രൂപമായ NDF ഉണ്ടായിട്ടുള്ളത് കേരളത്തിന്റെ കോഴിക്കോട് ജില്ലയിലാണ്. അവിടെ നിന്നാണ് ഈ പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ വ്യാപനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഉത്തർപ്രദേശ് അടക്കമുള്ള ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ തിരഞ്ഞെടുത്ത് അയച്ചിട്ടുള്ളത്. അത് കേരളത്തിൽ നിന്ന് പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് UP-യിലേക്ക് എത്തുമ്പോൾ മാത്രം അതൊരു ഭീകര പ്രവർത്തനമാകുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യ രാജ്യത്തിന്റെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് ഇത്തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയാണ് ഞാൻ പറയുന്നത് UP എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിലെ മറ്റ് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ പോലെ നമുക്ക് വിലയിരുത്താൻ പറ്റിയ ഒരു സംസ്ഥാനമല്ല ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. ഉത്തർപ്രദേശിൽ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന യോഗി ആദിത്യനാഥിന്റെ കീഴിലുള്ള മന്ത്രിസഭയിലെ അല്ലെങ്കിൽ ആ നിയമസഭയിലെ 35 MLA-മാരും ഇതിനു മുമ്പ് കഴിഞ്ഞുപോയ മന്ത്രിസഭയിലെ 83 MLA-മാരും ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടാവുന്ന ക്രിമിനൽ കുറ്റം ചെയ്ത ആളുകളാണ് UP-യിലെ 35 MLA-മാർ ഇപ്പോഴുള്ളവരിൽ. ആ 35 MLA-മാര് മന്ത്രിമാരായിട്ടുണ്ടാവാം, മുഖ്യമന്ത്രി ആയിട്ടുണ്ടാവാം. മുഖ്യമന്ത്രിയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന യോഗി ആദിത്യനാഥ് വരെ ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടാവുന്ന ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുള്ള ആളാണ്. നമ്മൾ യോഗി ആദിത്യനാഥിനെ കുറിച്ചുള്ള പ്രൊഫൈൽ എടുത്ത് പരിശോധിച്ചാൽ ആർക്കും കിട്ടാവുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രൊഫൈലുകൾ, അദ്ദേഹത്തിനെ കുറിച്ചുള്ള ബയോഡാറ്റ. എത്രത്തോളം ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ടാണ് UP ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി അവിടെ ഇരിക്കുന്നതെന്ന് വളരെ കൃത്യമാണ്. അതുപോലെയുള്ള മന്ത്രിമാരാണ്, അതുപോലെയുള്ള MLA-മാരാണ് UP-യിൽ ഒരുപാടുള്ളത്. അതാണ് UP-യുടെ ഒരു പ്രത്യേകത. ആ UP-യിൽ നിന്നാണ് ഈ വർത്തമാനങ്ങൾ വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 90 മിനിറ്റില് എന്ന് പറഞ്ഞ 1.5 മണിക്കൂറില് ഒരു കുട്ടി പീഡിപ്പിക്കപ്പെടുകയോ കൊല്ലപ്പെടുത്തപ്പെടുകയോ ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് UP. പോക്സോ നിയമം ഉണ്ടായിരിക്കാം, മറ്റേത് നിയമം ഉണ്ടായിരിക്കാം. പക്ഷെ 1.5 മണിക്കൂറിൽ ഒരു കുട്ടി പീഡിപ്പിക്കപ്പെടുകയോ കൊലപ്പെടുത്തപ്പെടുകയോ ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് ഇന്ത്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന, കുട്ടികൾക്കെതിരായുള്ള കുറ്റങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഓരോ 2 മണിക്കൂർ കഴിയുമ്പോഴും ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെടുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഇത് ഞങ്ങൾ പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് ശേഖരിച്ചിട്ടുള്ള ഏതെങ്കിലും കണക്കിന്റെ അടിസ്ഥാനത്തിലല്ല. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യ രാജ്യത്ത് 2 മണിക്കൂറിൽ ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെടുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശാണ്. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കൊണ്ടുവന്നിട്ട് കേരളത്തിലെ വിജയ് യാത്ര BJP ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന സംസ്ഥാനം, ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഭരണം, ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന മാതൃക അത് യോഗി ആദിത്യനാഥിന്റേതാണ്. ഏതാണ് ആ മാതൃക? ആ മാതൃക ഇതാണ്: 2 മണിക്കൂറില് ഓരോ പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്രിമിനൽ സ്റ്റേറ്റ് ആയിട്ട് നമ്മുടെ സംസ്ഥാനത്തെ മാറ്റണോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. അവിടെയാണ് BJP പറയുന്ന സനാതന ധർമ്മത്തിന്റെ, ആർഷ ഭാരത സംസ്കാരത്തിന്റെ ഒരു കോലം, ഒരു രീതി, ഒരു സ്വഭാവം നമുക്ക് ഉത്തർപ്രദേശിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. കാരണം ഇന്ത്യ രാജ്യത്ത് എത്രയോ സംസ്ഥാനങ്ങൾ ഉണ്ടായിട്ടും BJP കേരളത്തിലേക്ക് തെരഞ്ഞെടുത്തിട്ടുള്ളത് യോഗിയെയാണ് എന്ന് പറഞ്ഞാൽ അതാണ് BJP മുന്നിൽ വെക്കുന്ന രാഷ്ട്രീയം. ഏത് തരത്തിലുള്ള രാഷ്ട്രീയം എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? 2 മണിക്കൂറില് ഒരു പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം, അതാണ് ഉത്തർപ്രദേശ്.
CAA-ക്കും NRC-ക്കും എതിരായിട്ട് ഒരുപാട് പ്രക്ഷോഭങ്ങൾ ഇന്ത്യ രാജ്യത്ത് നടന്നിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ടാവും. മഹല്ലുകളുടെ നേതൃത്വത്തിൽ, പൗരസമിതികളുടെ നേതൃത്വത്തിൽ, രാഷ്ട്രീയ സംഘടനകളുടെ നേതൃത്വത്തിൽ പലതരത്തിലുള്ള സമരം, CAA NRC വിരുദ്ധ സമരങ്ങൾ നടന്നിട്ടുണ്ട്. ഈ CAA NRC വിരുദ്ധ സമരങ്ങളെ ഇന്ത്യ രാജ്യത്തിന്റെ വേറെ ഏത് സംസ്ഥാനവും നേരിട്ട പോലെയല്ല UP നേരിട്ടത്. UP-യിൽ പോലീസ് ഈ സമരത്തിനെതിരെ വെടിവെച്ച് കൊന്നത് 23 ആളുകളെയാണ്. പോലീസ് വെടിവെപ്പിൽ 23 ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അതിൽ 8 വയസ്സുകാരനായ കുട്ടി വരെ ഉൾപ്പെടുന്നു. എന്നിട്ട് വെടിവെച്ച് കൊന്ന ആളുകളുടെ മയ്യത്ത് അവരുടെ പ്രദേശത്തേക്ക്, അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചില്ല. അവരുടെ മയ്യത്ത് മുഴുവൻ എവിടെയാണോ ആ പ്രകടനം നടന്നത്, എവിടെ വെച്ചാണ് അവർക്ക് വെടിയേറ്റത്, ആ പ്രദേശത്ത് തന്നെ അവരുടെ മയ്യത്ത് മറമാടണമെന്ന് പോലീസിന് നിർബന്ധമായിരുന്നു. അവരുടെ മയ്യത്തൊന്നും നാട്ടിലേക്ക് വിട്ടുകൊടുത്തില്ല. അതിനു പുറമെ അവിടെ പ്രകടനത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് പരിക്കേറ്റപ്പോ, പോലീസ് വെടിവെപ്പിൽ പരിക്കേറ്റപ്പോ അവരെ കൊണ്ടുപോയ ഹോസ്പിറ്റലുകളിൽ ഒന്നും തന്നെ അവരെ അഡ്മിറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. കാരണം പോലീസിന്റെ നിർബന്ധം. പോലീസ് ആ ഹോസ്പിറ്റൽ അധികാരികൾക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു, അവരെ ഒന്നും തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പാടില്ല, ചികിത്സിക്കാൻ പാടില്ല. 500 ആളുകളുടെ സ്വത്ത് കണ്ടുകെട്ടാൻ വേണ്ടിയുള്ള നോട്ടീസ് UP പോലീസ് പുറത്തിറക്കി. അവിടെ കൊണ്ട് നിർത്താതെ ആ സമരത്തിൽ പങ്കെടുത്ത ആളുകളെ പിടികിട്ടാപ്പുള്ളികളായി പ്രഖ്യാപിച്ച്, അവരെ കൊടും ഭീകരവാദികളായിട്ട് പ്രഖ്യാപിച്ചിട്ട് അവരുടെ പോസ്റ്ററുകൾ, അവരുടെ ഫോട്ടോ പതിച്ച പോസ്റ്ററുകൾ UP-യുടെ തെരുവുകൾ മുഴുവൻ പ്രദർശിപ്പിച്ചു. പോലീസ് ഒരു ബാരക്കില് ആ പ്രകടനത്തിൽ പങ്കെടുത്ത ആളുകളെ മുഴുവൻ കൊണ്ടുപോയിട്ട് 125 ആളുകളെ ബാരക്കിൽ കൊണ്ടുപോയി അടച്ചിട്ട് 3 ദിവസം ഉറങ്ങാൻ സമ്മതിക്കാതെ, ഉറങ്ങിപ്പോകുമ്പോ ബയണറ്റ് കൊണ്ട് കുത്തിയോ തോക്ക് കൊണ്ട് അടിച്ചോ ഉണർത്തിയിട്ട് 3 ദിവസം ഉറങ്ങാൻ സമ്മതിക്കാതെ ആ CAA വിരുദ്ധ സമരത്തിൽ പങ്കെടുത്ത ആളുകളെ പീഡിപ്പിക്കുകയുണ്ട്. കല്യാണ വീടുകൾ മുഴുവൻ കൊള്ളയടിച്ചു. എത്രയോ കല്യാണ വീടുകൾ, UP-യിലെ പല പ്രദേശങ്ങളിലുള്ള കല്യാണ വീടുകൾ കൊള്ളയടിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് CAA വിരുദ്ധ സമരത്തെ UP പോലീസ് നേരിട്ടത്. അപ്പോഴൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇതിനൊക്കെ പിന്തുണ കൊടുത്തുകൊണ്ട് പറഞ്ഞിരുന്ന വാക്ക് അലിയെ വിജയിക്കാൻ ബജ്റംഗ് ബലി മതി എന്നായിരുന്നു. അലിയെ വിജയിക്കാൻ ബജ്റംഗ് ബലി മതി എന്ന് തെളിയിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് RSS പ്രവർത്തകരെ കയറൂരി വിടുകയായിരുന്നു UP മുഖ്യമന്ത്രി. ഇതാണ് UP-യിൽ ഈ അടുത്ത് സംഭവിച്ചത്. പക്ഷെ ഉത്തർപ്രദേശ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉത്തർപ്രദേശ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്, യോഗി ആദിത്യനാഥ് അധികാരം ഏറ്റെടുത്തതിന് ശേഷം UP-യിൽ 63 പേര് പോലീസിന്റെ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് 63 ആളുകൾ. 63 ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ഏറ്റുമുട്ടലുകൾ പോലീസിന്റെ നേതൃത്വത്തിൽ UP-യിൽ നടന്നു. ഈ ഏറ്റുമുട്ടലുകളിലൊക്കെ പോലീസ് തയ്യാറാക്കിയിട്ടുള്ള FIR, എല്ലാ ഏറ്റുമുട്ടലുകളിലും FIR ഒരേപോലെയാ. ഒരു കൊടും ഭീകരവാദി അല്ലെങ്കിൽ ഒരു കൊടും കുറ്റവാളി വീട്ടിലോ അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിലോ ഒളിച്ചിരിക്കുന്നു എന്ന വർത്തമാനം പോലീസിന് കിട്ടുന്നു. പോലീസ് അദ്ദേഹത്തെ തെരഞ്ഞു പോകുന്നു. ടോർച്ച് വെളിച്ചത്തിൽ പോലീസ് ആ ഭീകരവാദിയെ കാണുന്നു. പോലീസ് അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങും, അദ്ദേഹം ആയുധം എടുക്കുന്നു, പോലീസ് വെടിവെക്കുന്നു, അദ്ദേഹം കൊല്ലപ്പെടുന്നു. ഇങ്ങനെയുള്ള കഥകളാണ് മുഴുവൻ കേസുകളെ സംബന്ധിച്ചിടത്തോളവും ഏറ്റുമുട്ടലുകളില് പോലീസ് കോടതി മുമ്പാകെ കൊടുത്തിട്ടുള്ള FIR-കളിൽ സൂചിപ്പിക്കുന്നത്. അങ്ങനെ 63 പേരെയാണ് ഈ യോഗി ആദിത്യനാഥ്, ഇനി ഒരു കൊല്ലം കൂടെ യോഗി ഭരിക്കാനുണ്ട്. 4 വർഷം കൊണ്ട് യോഗി ആദിത്യനാഥ് UP-യിൽ കൊന്നൊടുക്കിയ ആളുകളുടെ എണ്ണം 63ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബാരക്കിനകത്ത് 125 ആളുകളെ കുത്തി നിറച്ച് 3 ദിവസം ഉറങ്ങാൻ സമ്മതിക്കാതിരുന്ന ആ സ്ഥലത്തിന്റെ പേര് ഒരുപക്ഷെ നമ്മൾക്ക് ഓർമ്മയുണ്ടാവും. മുസഫർ നഗർ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. നമ്മുടെ കേരളത്തിലെ ആളുകൾ രാഷ്ട്രീയം മറന്നുകൊണ്ട് മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലും രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലും കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് പഴയ വസ്ത്രങ്ങൾ ശേഖരിച്ചുകൊണ്ട് നമ്മൾ കൊടുത്തയച്ചിരുന്ന ഒരു സ്ഥലത്തിന്റെ പേരാണ് മുസഫർ നഗർ. RSS-ന്റെ പ്രവർത്തകര് നിരവധി ആളുകളെ കൊന്നുകളഞ്ഞ, ലക്ഷക്കണക്കിന് ആളുകളെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് പറഞ്ഞയച്ച അതിഭീകരമായ കലാപം നടന്ന പ്രദേശത്തിന്റെ പേരാണ് മുസഫർ നഗർ. ആ മുസഫർ നഗറിലാണ് ഈ പീഡനവും ഇപ്പൊ നടന്നിട്ടുള്ളത്. മുസഫർ നഗർ മാത്രമല്ല, നമ്മുടെ ഓർമ്മകളിൽ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകാറുള്ള ചില സ്ഥലപ്പേരുകളുണ്ട്. മുറാദാബാദ്, അത് UP-യിലാണ്. മീററ്റ് UP-യിലാണ്.
അലഹാബാദ് യു പിയിലാണ്, അലിഗഡ് യു പിയിലാണ്, സുൽത്താൻപൂര് യു പിയിലാണ്, ഫിറോസാബാദ് യു പിയിലാണ്, അങ്ങനെ തുടങ്ങിയിട്ട് ബാരബങ്കി യു പിയിലാണ്. ഈ സ്ഥലപ്പേരുകളൊക്കെ നമ്മൾ പഠിച്ചു വെച്ചത്, നമ്മൾ കേട്ട് മറന്നുപോയതൊക്കെ ഈ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങള് അതിഭീകരമായി കൊല ചെയ്യപ്പെട്ട പ്രദേശങ്ങളുടെ പേരാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. ഈ മീററ്റും അതുപോലെയുള്ള പ്രദേശങ്ങളും അലിഗഡും സുൽത്താൻപൂരും ഫിറോസ്ബാദും അടക്കം യു പിയിലെ പ്രദേശങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് അതിക്രൂരമായ കലാപങ്ങളില് നൂറുകണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ട പ്രദേശങ്ങളുടെ പേരായിട്ടാണ്. അതാണ് നമ്മുടെ ഓർമ്മകളിലുള്ള യു പി എന്ന് പറയുന്നത്. നമ്മുടെ ഓർമ്മകളിലുള്ള ബാബരി മസ്ജിദ്, 450 കൊല്ലക്കാലം മുസ്ലിങ്ങൾ ആരാധന നടത്തിയ ബാബരി മസ്ജിദ്, ഇന്ത്യയിലെ നിരവധി ഭരണകൂടങ്ങൾ, അത് BJP-യുടേതാവട്ടെ, കോൺഗ്രസിന്റേതാവട്ടെ, പിന്നാക്ക സമുദായങ്ങളുടേതാവട്ടെ, വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ടാവട്ടെ, 450 കൊല്ലക്കാലം മുസ്ലിങ്ങൾ ആരാധന നടത്തിയ നമസ്കരിച്ച ബാബരി മസ്ജിദ് തല്ലി തകർത്ത് തരിപ്പണമാക്കിയ സ്ഥലത്തിന്റെ പേരാണ് ഉത്തർപ്രദേശ്. അതൊരു ദിവസം കൊണ്ട് സാധിച്ചതല്ല. ബാബരി മസ്ജിദ് അടച്ചുപൂട്ടിയ, ബാബരി മസ്ജിദിന്റെ മിഹ്റാബിൽ രാമവിഗ്രഹം കൊണ്ടുവച്ചത്, ബാബരി മസ്ജിദിന്റെ ഗേറ്റുകൾ മുസ്ലിങ്ങളുടെ മുമ്പിൽ അടക്കപ്പെട്ടത്, ബാബരി മസ്ജിദിന്റെ പുറത്ത് രാമക്ഷേത്രത്തിന് ശിലാന്യാസം നടത്തിയത്, ബാബരി മസ്ജിദ് മുസ്ലിങ്ങളല്ലാത്തവർക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി തുറന്നുകൊടുത്തത്, ബാബരി മസ്ജിദിന്റെ കുബ്ബകളിൽ കാവിക്കൊടി നാട്ടിയത്, ബാബരി മസ്ജിദ് തല്ലി തകർത്ത് തരിപ്പണമാക്കിയത്, ബാബരി മസ്ജിദിന്റെ സ്ഥാനത്ത് രാമക്ഷേത്രം, താൽക്കാലിക രാമക്ഷേത്രം നിർമ്മിച്ചത്, ബാബരി മസ്ജിദിന്റെ സ്ഥാനത്ത് ഇപ്പൊ രാമക്ഷേത്രത്തിന് തറക്കല്ലിട്ടത്, എല്ലാം സംഭവിച്ച സംസ്ഥാനത്തിന്റെ പേരാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. പലരും മാറി മാറി ഭരിച്ചിട്ടുണ്ട്. നമ്മളെ സ്നേഹിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നവരോട് ഭരിച്ചിട്ടുണ്ട്. നമ്മളെ രക്ഷപ്പെടുത്തുമെന്ന് ഇപ്പോഴും നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ചിലർ അവിടെ ഭരിച്ചിട്ടുണ്ട്. നമ്മൾക്ക് അവരിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് ഇപ്പോഴും ചില ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവിടെ ഭരിച്ചിട്ടുണ്ട്. ആ സമയത്തൊന്നും ഇതിലൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. നമ്മുടെ കൺമുന്നിൽ ബാബരി മസ്ജിദ് തല്ലി തകർക്കപ്പെട്ട ആ സംസ്ഥാനത്തിന്റെ പേരാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിൽ ഒരു പോലീസ് സംവിധാനമുണ്ട്, PAC എന്നാണ് അതിന്റെ പേര്, പ്രൊവിൻഷ്യൽ ആർംഡ് കോൺസ്റ്റാബുലറി എന്ന് പറയുന്നൊരു പോലീസ് സംവിധാനം. സാധാ പോലീസിന് പുറമെ ഈ പ്രൊവിൻഷ്യൽ ആർംഡ് കോൺസ്റ്റാബുലറി എന്ന് പറയുന്നത് RSSൽ നിന്ന് നേരിട്ട് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ഒരു പോലീസ് സംവിധാനമാണ്. യു പിയിൽ നടന്നിട്ടുള്ള മുഴുവൻ കലാപങ്ങളിലും, മുഴുവൻ മുസ്ലിം വിരുദ്ധ കലാപങ്ങൾക്കും നേതൃത്വം കൊടുത്തിട്ടുള്ളത് RSSന്റെ കൂടെ നിന്ന് പണിയെടുത്തിട്ടുള്ള ഒരു പോലീസ് സംവിധാനമാണ് പ്രൊവിൻഷ്യൽ ആർംഡ് കോൺസ്റ്റാബുലറി. എല്ലാ കലാപങ്ങളുടെ റിപ്പോർട്ട് എടുത്ത് നിങ്ങൾ നോക്കിയാലും അതിൽ കാണാൻ പറ്റും PAC RSSന്റെ കൂടെ നടത്തിയിട്ട് കലാപം നടത്തിയത്. മറന്നു പോകരുത് നമ്മളോട് ആഷിംപുര എന്ന പ്രദേശം. ആഷിംപുര നിലനിൽക്കുന്നത് യു പിയിലാണ്. ആഷിംപുരയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഒരു കോളനിയിൽ നിന്ന് 42 മുസ്ലിങ്ങളെ, അതിൽ മുസ്ലിം പുരുഷന്മാരെ മുഴുവൻ തലയിൽ കൈ കെട്ടിവെച്ചുകൊണ്ട് വരി വരിയായി നടത്തിക്കൊണ്ടുപോയിട്ട് ഒരു കനാലിന്റെ വശത്ത് അവിടെ നിർത്തിയിട്ട് ഈ 42 ആളുകളെയും വെടിവെച്ച് കൊന്ന് കനാലിലേക്ക് തള്ളിയിട്ട ആ പോലീസ് സേനയുടെ പേരാണ് പ്രൊവിൻഷ്യൽ ആർംഡ് കോൺസ്റ്റാബുലറി, PAC എന്ന് പറയുന്നത്. അത് സംഭവിച്ച പ്രദേശത്തിന്റെ പേരാണ് ഉത്തർപ്രദേശ്. ഹത്രാസ് എന്ന് പറയുന്ന പ്രദേശം നമ്മുടെ മനസ്സിൽ മാഞ്ഞു പോയിട്ടില്ല. ഹത്രാസ് എന്ന് പറയുന്ന പ്രദേശം നിലകൊള്ളുന്നത് ഉത്തർപ്രദേശിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ K. സുരേന്ദ്രന്റെ ജാഥ ഉദ്ഘാടനം ചെയ്യാൻ വന്നത് യോഗി ആദിത്യനാഥ്. ആ യോഗി ആദിത്യനാഥിന്റെ സംസ്ഥാനത്തിൽ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് ഹത്രാസ്. ഹത്രാസിൽ സംഭവിച്ചത് എന്താ? ഒരു ദളിത് പെൺകുട്ടി അതിഭീകരമായി ബലാത്സംഗം ചെയ്യപ്പെടുന്നു. ആ പെൺകുട്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി ഡോക്ടറോടും പോലീസിനോടും തന്നെ ബലാത്സംഗം ചെയ്ത ആളുകളുടെ പേരുകൾ മുഴുവൻ പറയുന്നു. തന്നെ ബലാത്സംഗം ചെയ്ത ആളുകളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. ആ പെൺകുട്ടി ഹോസ്പിറ്റലിൽ ചികിത്സക്കിടെ മരിക്കുന്നു. ആ പെൺകുട്ടിയുടെ ശവശരീരം വീട്ടിലെത്തിക്കുന്നു. വീട്ടുകാരുടെ സമ്മതം പോലും ചോദിക്കാതെ രാത്രിയുടെ മറവില് കത്തിച്ചു കളയുന്നു ആ കുട്ടിയുടെ ആ കുട്ടിയുടെ ബോഡി. സംഭവം അവിടെ കൊണ്ട് അവസാനിച്ചില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ആ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ഒരു പ്രതി. നമ്മൾ ആലോചിക്കണം, ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തിട്ട് അധിക ദിവസങ്ങളായിട്ടില്ല, മാസങ്ങളായിട്ടില്ല. അപ്പോഴേക്കും അതിലൊരു പ്രതി ജാമ്യത്തിൽ ഇറങ്ങുന്നു. ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് ആ പെൺകുട്ടിയുടെ അച്ഛനെ വെടിവെച്ച് കൊല്ലുന്നു. അതും സംഭവിച്ചു യു പിയില്. ആ പെൺകുട്ടി ഒരു ദളിത് സമുദായത്തിലെ പെൺകുട്ടിയായിരുന്നു, പിന്നാക്ക സമുദായത്തിലെ പെൺകുട്ടിയായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ യോഗിയുടെ ആർഷഭാരത സംസ്കാരത്തെ കുറിച്ചുള്ള സങ്കല്പ പ്രകാരം
യോഗിയുടെ RSSന്റെ സനാതന ധർമ്മസങ്കല്പ പ്രകാരം ദളിതുകൾ എന്ന് പറഞ്ഞാൽ, പിന്നാക്ക സമുദായക്കാരൻ എന്ന് പറഞ്ഞാൽ, പട്ടികജാതിക്കാരൻ, പട്ടികവർഗക്കാരൻ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിലെ സവർണന് അവന്റെ സമ്പത്താവട്ടെ, ശരീരമാകട്ടെ, പിന്നാക്കക്കാരന്റെ, പട്ടികജാതിക്കാരന്റെ, പട്ടികവർഗക്കാരന്റെ, ദളിതന്റെ ശരീരവും സമ്പത്തും ഈ രാജ്യത്തിലെ സവർണന് ഇഷ്ടം പോലെ ഉപയോഗിക്കാം, അവന് തോന്നും പടി ഉപയോഗിക്കാമെന്ന് എഴുതി വെച്ച മനുസ്മൃതി അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന RSSനെ സംബന്ധിച്ചിടത്തോളം, യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം ഹത്രാസില് ബലാത്സംഗം ചെയ്യപ്പെട്ട ദളിത് പെൺകുട്ടി ഒരിക്കലും അതിന്റെ വിഷയമേ അല്ല. കാരണം ഒരു ദളിത് പെൺകുട്ടിക്ക് അവരനുവദിച്ചിട്ടുള്ള, ഒരു ദളിതൻ അവരനുവദിച്ചിട്ടുള്ള അവകാശം അത്രയേ ഉള്ളൂ. ഒരു സവർണൻ ഇഷ്ടം തോന്നുന്നത് വരെ, ഒരു സവർണൻ ഇഷ്ടമില്ലാതാകുന്നത് വരെ അത്ര മാത്രമേ ഒരു ദളിതന്റെ ജീവിതമുള്ളൂ എന്നാണ് RSSന്റെ സനാതന ധർമ്മം, RSSന്റെ ആർഷഭാരത സംസ്കാരം യോഗി ആദിത്യനാഥ് ഹത്രാസിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. ആ ഹത്രാസ് നിലകൊള്ളുന്ന സംസ്ഥാനത്തിന്റെ പേരാണ് ഉത്തർപ്രദേശ്. കഴിഞ്ഞില്ല, ഉന്നാവ് എന്ന് പറയുന്ന പ്രദേശം നമ്മളോട് മറന്നു പോകാൻ പാടില്ല. ഉന്നാവ് എന്ന് പറയുന്ന പ്രദേശം നിലകൊള്ളുന്നത് ഉത്തർപ്രദേശിലാണ്. എന്താണ് ഉന്നാവ്? ഒരു ദളിത് പെൺകുട്ടിയെ ഒരു വയലിലിട്ടിട്ട് ഒരു BJPക്കാരനായ MLA ബലാത്സംഗം ചെയ്യുന്നു. കുൽദീപ് സംഗാർ എന്ന് പറയുന്ന BJPയുടെ MLA ബലാത്സംഗം ചെയ്യുന്നു. അയാളെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള അതിഭീകരമായ ശ്രമങ്ങൾ പോലീസ് നടത്തുന്നു. ആ പെൺകുട്ടി കേസ് കൊടുക്കുന്നു. ദളിതായ പെൺകുട്ടി കേസ് കൊടുക്കുന്നു. ആ പെൺകുട്ടിയുടെ അച്ഛന് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ പോകുമ്പോ ഒരു കള്ളക്കേസിൽ ഉൾപ്പെടുത്തി അച്ഛനെ അറസ്റ്റ് ചെയ്യുന്നു. അതിഭീകരമായി പോലീസ് സ്റ്റേഷനിൽ മർദ്ദിക്കുന്നു. ആ അച്ഛന് ലോക്കപ്പിൽ കിടന്ന് മരിക്കുന്നു. ഹത്രാസിൽ സംഭവിച്ചത് എന്താ? ആ പെൺകുട്ടിയുടെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ പ്രതിയുടെ വെടിയേറ്റ് കൊല്ലപ്പെടുമ്പോ ഉന്നാവോയിൽ അങ്ങനെയല്ല. ആ ദളിത് പെൺകുട്ടിയുടെ അച്ഛൻ പോലീസിന്റെ പീഡനത്തിനിരയായിട്ട് കൊല്ലപ്പെടുന്നു. അതിനുശേഷം ആ പെൺകുട്ടിയും അവരുടെ അഭിഭാഷകനും അമ്മായിയും അമ്മാവനും കൂടെ ഒരു കാറിൽ യാത്ര ചെയ്തിട്ട് ഈ കേസിന്റെ ആവശ്യാർത്ഥം പോകവേ ഒരു ട്രക്ക് ഇടിക്കുന്നു. ഈ കുട്ടിയും വക്കീലും മാത്രം രക്ഷപ്പെടുന്നു. മറ്റുള്ളവർ ആ ട്രക്ക് ആക്സിഡന്റിൽ കൊല്ലപ്പെടുന്നു. അന്വേഷണം ചെന്നെത്തി നിൽക്കുന്നത് ആ ട്രക്ക് ആക്സിഡന്റ് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു ആക്സിഡന്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ, ഒരു ദളിത് പെൺകുട്ടി, ഒരു പിന്നാക്ക ജാതിക്കാരിയായ പെൺകുട്ടി അവരുടെ ശരീരവും സമ്പത്തുമൊക്കെ ഇവിടെയുള്ള സവർണന്റെ മുന്നിൽ കാഴ്ചവെക്കണം. അങ്ങനെ കാഴ്ചവെക്കുന്നതിൽ വല്ല വീഴ്ചയും വരുത്തിയാൽ നിങ്ങൾക്ക് ആ വിധിക്കുന്ന ശിക്ഷ ഇതായിരിക്കുമെന്നാണ് ഉന്നാവോയിലെ ഹത്രാസിലെ സവർണന്മാർ RSSന്റെ പിന്തുണയോടുകൂടി നമ്മളോട് പറഞ്ഞു തരുന്നത്. ഇതാ ഉന്നോവയിലാണ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് 2 ദളിത് പെൺകുട്ടികളെ ആത്മഹത്യ ചെയ്തത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോ 2 പേരും ബലാത്സംഗം ചെയ്യപ്പെട്ടിരുന്നു. ഇതാ ഉന്നോവയിലാണ് ചത്തുപോയ പശുവിന്റെ മാംസം തോല് ഉരിച്ചെടുത്തു എന്ന് പറഞ്ഞിട്ട് 2 ദളിതരായ ചെറുപ്പക്കാരെ ഒരു ജീപ്പിന്റെ ബാക്കിൽ കെട്ടിയിട്ടിട്ട് ചാട്ടവാറ കൊണ്ട് അടിച്ചു കൊണ്ടുപോകുന്നത് നമ്മൾ വാട്സപ്പിലൂടെ കണ്ടത്. എന്ന് പറഞ്ഞാൽ ദളിതനുള്ള അവകാശം, ദളിതനെ കുറിച്ചുള്ള സങ്കല്പം, പിന്നാക്ക ജാതിക്കാരനെ കുറിച്ചുള്ള RSSന്റെ സങ്കല്പം എന്താണ് എന്നറിയണമെങ്കിൽ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന K. സുരേന്ദ്രന്റെ റോൾ മോഡല് ഭരിച്ചുകൊണ്ടിരിക്കുന്ന UPയിലെ ഹത്രാസിലേക്കോ ഉന്നാവോയിലേക്കോ നമ്മൾ നോക്കിയാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞു മുസഫർ നഗർ, നിരവധി മുസ്ലിങ്ങള് കലാപത്തിനിരയായ CAA വിരുദ്ധ സമരത്തിൽ പങ്കെടുത്ത 125 ആളുകൾ അതിഭീകരമായി പീഡിപ്പിച്ച മുസഫർ നഗറില് സാദത്ത് മദ്രസ എന്നൊരു മദ്രസയുണ്ട്. ആ മദ്രസയിൽ ഒരു ഉസ്താദ് ഉണ്ട്, മൗലാന അസദ് റാസ റഹ്മാനി. ഈ മൗലാന അസദ് റാസ എന്ന് പറയുന്ന ഉസ്താദിന്റെ കീഴിൽ 35 കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 35 പേരെയും CAA സമരകാലത്ത് RSSകാരെ പിടിച്ചുകൊണ്ടുപോയി അതിഭീകരമായി മർദ്ദിച്ചു. അവരോട് ആവശ്യപ്പെട്ടത് ജയ് ശ്രീരാം വിളിക്കണം, ഹര ഹര മഹാദേവ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് അതിഭീകരമായിട്ട് പീഡിപ്പിച്ചു. അതിൽ ഏറ്റവും വലിയ രസം എന്താന്ന് വെച്ചാല് ഈ മൗലാന അസദ് റാസ ഹുസൈനി എന്ന് പറഞ്ഞ മനുഷ്യൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ മനുഷ്യരായിരുന്നു. നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യുന്നത്, BJPക്ക് സിന്ദാബാദ് വിളിക്കുന്നത്, BJPയുടെ കൂടെ നിൽക്കുന്നത്, തങ്ങളെ രക്ഷിക്കും എന്ന് വിശ്വസിച്ചു പോകുന്ന ചില മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട്. BJPക്ക് കൂടെ നിന്നാൽ സ്വൈര്യമായി ജീവിക്കാൻ കഴിയുമെന്ന് വിചാരിച്ച ഇന്ത്യയിലെ ദളിതുകളെ പോലെ
ഇന്ത്യയിലെ പട്ടികജാതിക്കാരനെ പോലെ, പട്ടികവർഗക്കാരനെ പോലെ ഇപ്പൊ ചില മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ BJP-യുമായി ചർച്ച തുടങ്ങിയിരിക്കുന്നു പലരും. എന്ന് പറഞ്ഞാൽ സ്വൈര്യമായി ജീവിക്കാൻ ഇനി അവരുടെ കൂടെ നിൽക്കുകയാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോകുന്നു ചില ആളുകൾ. എന്താണ് നിങ്ങളോടൊക്കെ BJP-യുടെ നിലപാട്, RSS-ന്റെ നിലപാട് എന്നറിയണമെങ്കിൽ UP-യിലേക്ക് മാത്രം നോക്കിയാൽ മതി. അവിടെ അവർ സ്വീകരിച്ച നിലപാടാണ് RSS-ന്റെ നിലപാട്. കഴിഞ്ഞില്ല ഡോക്ടർ കഫീൽ ഖാൻ. ഈ പേരുകളൊന്നും നമ്മൾ മറന്നുപോകാൻ പാടില്ല. കാരണം എവിടെയാണോ മറവിയുള്ളത് അവിടെയാണ് RSS വിജയിക്കുന്നത്. എവിടെയാണോ മറവിയുള്ളത് ആ മറവിയിലാണ് ഫാഷിസം വിജയിക്കുന്നത്. അതുകൊണ്ട് ഫാഷിസത്തിനെതിരെ നിങ്ങൾ പോരാടുന്നുണ്ട് എങ്കിൽ, ഫാഷിസത്തിനെതിരെ, RSS-നെതിരെ, സംഘപരിവാരത്തിനെതിരെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഓർമ്മയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഓർമ്മയിലേക്ക് ചില സംഭവങ്ങൾ പറയുന്നത്. ഡോക്ടർ കഫീൽ ഖാൻ ഗോരഖ്പൂരിലെ ശിശു ഡോക്ടറായിരുന്നു. അവിടെയുള്ള കുട്ടികൾ ഓക്സിജൻ കിട്ടാതെ മരിക്കുന്നു എന്ന് കാണുമ്പോൾ സ്വന്തം കീശയിൽ നിന്ന് ഓക്സിജൻ സിലിണ്ടർ വാങ്ങിക്കൊടുത്ത മനുഷ്യൻ, സ്വന്തം കീശയിൽ നിന്ന് പണമെടുത്ത് ഓക്സിജൻ സിലിണ്ടർ വാങ്ങിക്കൊടുത്തതിന് അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിക്കപ്പെട്ട കുറ്റം രാജ്യദ്രോഹമായിരുന്നു. എന്ന് പറഞ്ഞാൽ രാജ്യം എടുക്കേണ്ട പണി നിങ്ങൾ എടുക്കേണ്ടതില്ല. നിങ്ങൾ എടുത്താൽ രാജ്യദ്രോഹമാണ്. ഡോക്ടർ കഫീൽ ഖാൻ ജയിലിൽ കടന്നു. പിന്നീട് അവിടുന്ന് മോചിതനായി NRC വിരുദ്ധ സമരത്തിൽ പ്രസംഗിച്ചപ്പോ വീണ്ടും ഡോക്ടർ കഫീൽ ഖാൻ ജയിലിൽ അടക്കപ്പെടുന്നു. അപ്പൊ ഡോക്ടർ കഫീൽ ഖാന്റെ മുകളിൽ ചുമത്തിയിരുന്ന നിയമം നാഷണൽ സെക്യൂരിറ്റി ആക്ട്, ദേശീയ സുരക്ഷാ നിയമം. ദേശ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് ഡോക്ടർ കഫീൽ ഖാൻ. അദ്ദേഹത്തിന്റെ പേരിൽ ചുമത്തിയ കുറ്റം കുട്ടികളെ കൊല്ലാൻ ആവശ്യമായ ഒരു പൊടി ഡോക്ടർ കഫീൽ ഖാൻ ഉത്പാദിപ്പിക്കുന്നുണ്ട് എന്നായിരുന്നു. ഇത് സംഭവിച്ച പ്രദേശമാണ് UP. ഇന്ത്യ രാജ്യത്ത് ആദ്യമായി മനുഷ്യന്മാരെ തല്ലിക്കൊന്ന സംഭവം, ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് മുഹമ്മദ് അഹ്ലാഖ്, മറന്നു പോകരുത്. മുഹമ്മദ് അഹ്ലാഖ് എന്ന് പറയുന്ന മനുഷ്യൻ സ്വന്തം വീട്ടിൽ ബീഫ് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്തിട്ടിട്ട് മരക്കഷ്ണം കൊണ്ട് അടിച്ചും ഹോളോ ബ്രിക്സ് കൊണ്ട് എറിഞ്ഞും കൊന്നു അഹ്ലാഖിനെ. ആ സംഭവം നടന്ന സ്ഥലത്തിന്റെ പേരാണ് ഉത്തർപ്രദേശ്. ബീഫ് കൈവശം വെച്ച് ആളുകൾ എങ്ങനെ തല്ലിക്കൊല്ലുന്നതിനിടയിൽ മറ്റൊരു തല്ലിക്കൊല്ല അരങ്ങേറി. അഫ്താബാലം കൊല്ലപ്പെടുന്നു. ജയ് ശ്രീരാം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പറ്റില്ല എന്ന് പറഞ്ഞപ്പോ അടിച്ചു കൊന്നു അഫ്താബാലത്തിനെ. അത് സംഭവിച്ച സ്ഥലത്തിന്റെ പേരാണ് ഉത്തർപ്രദേശ്. ഈ ഹത്രാസിലേക്ക് ദളിത് പെൺകുട്ടിക്ക് സംഭവിച്ചത് എന്താണെന്ന് അന്വേഷിക്കാൻ റിപ്പോർട്ട് ചെയ്യാൻ പോയ സിദ്ദീഖാപ്പനെയും 4 പേരെയും അറസ്റ്റ് ചെയ്യുന്നു. റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. റിപ്പോർട്ട് ചെയ്താൽ അതിന്റെ കുറ്റം രാജ്യദ്രോഹമാണ്. അവരിപ്പോ ജയിലിലാണ് കിടക്കുന്നത്. മലപ്പുറത്തുകാരനായ സിദ്ദീഖാപ്പനടക്കം ചെറുപ്പക്കാർ ജയിലിൽ കിടക്കുന്നത് രാജ്യദ്രോഹ കുറ്റം. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ ഫിറോസും അൻഷാദും ജയിലിൽ കിടക്കുന്നു. അവർ ചെയ്തിട്ടുള്ള കുറ്റം അവരുടെ പേരിൽ ഇപ്പൊ UAPA ചുമത്തിയിരിക്കുന്നു. കേരളീയനായ കൊല്ലം ജില്ലയിലെ റൌഫ് ഷെരീഫ്, ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ദേശീയ ജനറൽ സെക്രട്ടറി, അദ്ദേഹം ഇപ്പൊ ഉത്തർപ്രദേശിന്റെ പോലീസിന്റെ ഉത്തർപ്രദേശ് ജയിലിലാണ്. അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിക്കപ്പെടുന്ന കുറ്റവും രാജ്യദ്രോഹമാണ്. എന്ന് പറഞ്ഞാൽ തങ്ങൾക്കെതിരായി ശബ്ദിക്കുന്ന ആളുകളെ മുഴുവൻ രാജ്യദ്രോഹത്തിന്റെ കള്ളിയിൽപ്പെടുത്തിയിട്ട് അറസ്റ്റ് ചെയ്യുന്ന സംസ്ഥാനത്തിന്റെ പേരാണ് ഉത്തർപ്രദേശ്. ഇനി നിങ്ങൾ ആലോചിക്കുക, ഈ യോഗി ആദിത്യനാഥിനെ, ഈ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയെ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് BJP-യുടെ വിജയ് യാത്രയിൽ പതാക കെ സുരേന്ദ്രന് കൈമാറുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത് അവിടെ കൈമാറുന്നത് പതാക മാത്രമല്ല, ഒരു സന്ദേശം കൂടിയാണ്. കേരളത്തിലെ മുസ്ലിങ്ങളോടും കേരളത്തിലെ ന്യൂനപക്ഷങ്ങളോടും കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗക്കാരനോടും BJP-ക്ക് പറയാനുള്ള സന്ദേശമാണത്. യോഗി ആദിത്യനാഥ് എന്താണോ UP-യിൽ ചെയ്യുന്നത് അതിന്റെ തുടർച്ചയാണ് ഞങ്ങൾ കേരളത്തിലും ഉദ്ദേശിക്കുന്നത് എന്ന സന്ദേശം. ഇതുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് കേരളത്തിന്റെ തെരുവുകൾ മുഴുവൻ നടന്നുകൊണ്ട് യോഗിയുടെ UP-യിൽ നടക്കുന്നത് എന്ത് എന്ന് പറയാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് പറയുന്ന ഒരു കാലഘട്ടം കൂടെ നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. യോഗി UP-യിൽ ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില്
യു പിയിൽ നിന്ന് മാറി നിന്നിട്ടൊന്ന് ആലോചിക്കുക. ഇന്ത്യ രാജ്യത്ത് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഏറ്റവും ഒടുവിൽ ഇപ്പൊ നടക്കുന്ന പ്രചരണം എന്താണ്? ഹലാൽ ഭക്ഷണം എന്ന് എഴുതി വെക്കാൻ പാടില്ല. ഒരു ഭക്ഷണം ഹലാലാണ് എന്ന് പറഞ്ഞ് വിൽക്കാൻ പാടില്ല. അത് രാജ്യദ്രോഹമാണ്. ഭക്ഷണത്തിന്റെ പുറത്തുള്ള ഹലാൽ സ്റ്റിക്കറുകൾ ഉപയോഗിക്കാൻ പാടില്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹലാല്, ഭക്ഷണത്തിൽ ഹലാല് ഹറാമ സങ്കല്പമുണ്ട്. ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റില്ല. വലിയ സങ്കല്പം, വലിയ ആദർശങ്ങളൊന്നുമില്ല അതില്. അത് അറക്കുന്നത് ശരിയാവണമെന്ന് മാത്രമേ ഉള്ളൂ. വേറെ അതിന്റെ മുകളിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ആ ഭക്ഷണ സംസ്കാരത്തിന്റെ മുകളില് ബീഫിനെതിരെയുള്ള പോരാട്ടം കഴിഞ്ഞപ്പോ ഇപ്പൊ ഇതിനെതിരെയുള്ള പോരാട്ടമാണ്. ഹലാലെന്ന് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിക്കുന്നത് വർഗീയതയായി. RSS നേതൃത്വത്തിൽ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഹലാൽ നിഷിദ്ധമായ ഭക്ഷണങ്ങൾ ഇവിടെ കിട്ടും എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിന്റെ ഭക്ഷണ സംസ്കാരത്തില്, കച്ചവട രീതികളില് സംഘപരിവാരം ഇടപെടാൻ തുടങ്ങുന്നു. കച്ചവടക്കാർക്കിടയിൽ എങ്ങനെ വർഗീയത ഉണ്ടാക്കാം? ഇവിടെ ആർക്കും ഇത്രയും കാലം ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഹലാല് ഫുഡ് വിതരണം ചെയ്തിട്ട്. പക്ഷെ അവിടെ ആളുകൾ അങ്ങനെ സുഖമായി ജീവിച്ചു പോകാൻ പാടില്ല. ചെറിയ ചെറിയ തർക്കങ്ങൾ, സംശയങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ ഇട്ടു കൊടുക്കുക. UPSC ജിഹാദ് വേറൊരു സാധനം. സുദർശൻ ടിവിയിൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു വാർത്ത, UPSC ജിഹാദ് എന്താണ്? കേന്ദ്ര സർക്കാർ തങ്ങളുടെ സർവീസിന് ജോലി കൊടുക്കാനുള്ള ആളുകൾക്ക് നടത്തുന്ന യോഗ്യതാ പരീക്ഷ നടത്തുന്ന ഏജൻസിയാണ് UPSC. കേരള PSCയുടെ പോലെ യൂണിയന്റെ PSC. ആ UPSC പരീക്ഷയിൽ ജയിക്കാൻ ആവശ്യമായ ട്രെയിനിങ് കൊടുത്ത് മുസ്ലിം തീവ്രവാദികളെ കേന്ദ്ര ഗവൺമെന്റിന്റെ സർവീസിന് കയറ്റാനുള്ള ഒരു ഗൂഢാലോചന, ഒരു ജിഹാദ് കേരളത്തിലും ഇന്ത്യയിലും നടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. UPSC ജിഹാദ്. ഏതെങ്കിലും ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ഗവൺമെന്റ് സർവീസിൽ കയറുന്നുണ്ട് എങ്കിൽ, കേന്ദ്ര ഗവൺമെന്റിന്റെ ജോലിയിൽ കയറുന്നുണ്ട് എങ്കിൽ അവിടെ ഒരു സംശയം, വെറുതെ ഒരു സംശയം ഉണ്ടാക്കുക, ഇയാൾ ജിഹാദിയാണോ? പോപ്പുലേഷൻ ജിഹാദ്. പോപ്പുലേഷൻ ജിഹാദ് എന്താണ്? ജനസംഖ്യ, മുസ്ലിങ്ങളുടെ ജനസംഖ്യ ഇപ്പൊ തന്നെ വർദ്ധിച്ചു വരികയാണ്. കുറച്ചു കാലം കൂടി കഴിഞ്ഞാൽ ഇന്ത്യയില് ഹിന്ദു സമുദായത്തെക്കാൾ മുസ്ലിങ്ങൾ കൂടും. അതുകൊണ്ട് വളരെ കരുതിയിരിക്കണം. മുസ്ലിങ്ങളുടെ ജനസംഖ്യ കുറയ്ക്കണം. മുസ്ലിങ്ങളെ അതിനെതിരായിട്ട് മുസ്ലിങ്ങൾക്കിടയിൽ പ്രചരണം നടത്തണം എന്ന് പറഞ്ഞിട്ടൊരു ജിഹാദ്. മുസ്ലിങ്ങള് ജനസംഖ്യ കൂട്ടാനുള്ള എന്തോ ചില പദ്ധതികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ലാൻഡ് ജിഹാദ്. മുസ്ലിങ്ങള് കണ്ണായ പ്രദേശങ്ങളിൽ, നഗരങ്ങളിലൊക്കെ സ്ഥലം വാങ്ങിയിടുന്ന തരത്തിലുള്ള ഒരു ജിഹാദ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ലവ് ജിഹാദ്. മുസ്ലിം ചെറുപ്പക്കാർ അമുസ്ലിം സ്ത്രീകളെ പ്രണയിച്ച് മതം മാറ്റി തീവ്രവാദികളാക്കുന്ന തരത്തിലുള്ള ലവ് ജിഹാദ് ഇന്ത്യ രാജ്യത്ത് പലയിടങ്ങളിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ഈ ലവ് ജിഹാദിനെതിരെ ആദ്യ നിയമം പാസാക്കിയ സംസ്ഥാനമാണ് യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശ്. അവിടെ നിയമം വന്നു, ലവ് ജിഹാദ് നടത്താൻ പാടില്ല. നമുക്ക് ആർക്കും പ്രശ്നമില്ല, ലവ് ജിഹാദ് നടത്തണം ആരും പറയുന്നില്ല. പക്ഷെ ആ നിയമം പറയുന്നത് എന്താ? മറ്റ് മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ഇസ്ലാമിലേക്ക് മുസ്ലിമാക്കാൻ പാടില്ല. അവളുടെ ഇഷ്ടമുണ്ടെങ്കിലും ശരി, ഇഷ്ടമില്ലെങ്കിലും ശരി. നിങ്ങൾ പ്രണയിച്ച് അല്ലെങ്കിൽ പ്രണയിക്കാതെയോ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിട്ട് ഇസ്ലാമിലേക്ക് മാറ്റാൻ പാടില്ല. അങ്ങനെ മാറ്റിയാൽ ജയിലിൽ കിടക്കേണ്ടി വരും. അങ്ങനെ മുമ്പെപ്പോഴോ കല്യാണം കഴിച്ച് ഇപ്പൊ കുട്ടികളൊക്കെയുള്ള ആളുകളെ വരെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഉത്തർപ്രദേശിൽ. യഥാർത്ഥത്തില് പ്രണയിച്ചോ അല്ലാതെയോ മതം മാറ്റിയാൽ, ഏത് മതത്തിലേക്ക് മാറ്റിയാലും കുറ്റമാവണല്ലോ. അങ്ങനെയാണല്ലോ ഇന്ത്യ രാജ്യത്തെ എല്ലാ നിയമങ്ങളും. എല്ലാ മതക്കാർക്കും ഒരുപോലെയാണല്ലോ വേണ്ടത്. പക്ഷേ UP പാസാക്കിയിട്ടുള്ള ഈ ലവ് ജിഹാദ് നിയമം, നിർബന്ധിത മതപരിവർത്തന വിരുദ്ധ നിയമം എന്നൊക്കെയാണ് അതിന്റെ പേര്. പക്ഷേ നിർബന്ധിതമായി നിങ്ങൾ, നിർബന്ധമൊന്നും വേണ്ട, പോലീസിന് തോന്നിയാൽ മതി നിർബന്ധമായിട്ടാണ്. നിർബന്ധമായിട്ട് നിങ്ങൾ ഇസ്ലാമിലേക്ക് മതം മാറ്റിയാൽ മാത്രമേ ഈ നിയമം നിലനിൽക്കുള്ളൂ. ഏതെങ്കിലും ഒരു മുസ്ലിം പെൺകുട്ടിയെ ഹിന്ദുവോ ക്രിസ്ത്യാനിയായോ ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചിട്ട് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആക്കിയാൽ, ഹിന്ദു ആക്കിയാൽ
ഈ നിയമപ്രകാരം ശിക്ഷിക്കാൻ പറ്റില്ല, ജയിലിലിടാൻ പറ്റില്ല. കാരണം എന്താണ്? മുസ്ലിമായ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു ആണ് അല്ലെങ്കിൽ ഒരു പെണ്ണ്, ക്രിസ്ത്യാനിയായ ഒരു ആണ് ഒരു പെണ്ണ് ഹിന്ദു മതത്തിലേക്ക് മാറിയാൽ അത് മതം മാറ്റമല്ല ആ നിയമപ്രകാരം, മറിച്ച് അത് സ്വമതത്തിലേക്കുള്ള തിരിച്ചുപോക്കാം, ഘർ വാപ്പസി ആണ്. അതുകൊണ്ട് അതൊരിക്കലും കുറ്റമല്ല എന്നാണ് ആ നിയമം പറയുന്നത്. മറ്റ് മതങ്ങളിലേക്ക് പോയാൽ മാത്രമേ കുറ്റമുള്ളൂ. ഇന്ത്യ രാജ്യത്ത് ഇപ്പോ നിയമങ്ങളൊക്കെ മതത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി ഇതിനെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ, ഇത്തരം നിയമങ്ങൾക്കെതിരെ, ഇത്തരം സംഗതികൾക്കെതിരെ ആരെങ്കിലും സംസാരിച്ചാല് മുസ്ലിം ആണെങ്കിൽ അയാളുടെ പേര് ജിഹാദി എന്നാണ്. വളരെ എളുപ്പമുണ്ട് ആ പേര് വിളിക്കാൻ. മുസ്ലിം ആണെങ്കിൽ പേര് ജിഹാദി എന്നാണ്. ഇനി അമുസ്ലിം ആണെങ്കിൽ അയാളുടെ പേര് അർബൻ നക്സൽ എന്നാണ്. സിഖുകാരനാണ് അയാളെങ്കിൽ അയാളുടെ പേര് ഖലിസ്ഥാനി എന്നാണ്. എന്ന് പറയാൻ തങ്ങൾക്കെതിരായി ആര് സംസാരിക്കുന്നു അയാൾ രാജ്യദ്രോഹിയാണ്. ഒന്നും സംസാരിക്കാൻ പാടില്ല. ഇത്തരം അനീതികൾക്കെതിരെ ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോ അതിനെതിരെ പോലും സംസാരിക്കാൻ പാടില്ല. ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ, കർഷക സമരം നടന്നുകൊണ്ടിരിക്കുക. ആരാണ് മൈൻഡ് ചെയ്യണത് ഈ കർഷക സമരത്തെ? ഇന്ത്യ രാജ്യത്തിലെ കർഷകർ സമരം ചെയ്യുന്നത് വേറെ എന്തെങ്കിലും ആവശ്യം ഉന്നയിച്ചിട്ടൊന്നുമില്ല. അവരുടെ മാത്രം ഒരു ആവശ്യമാണ്, ഞങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടണം. വേറെ ഒരു ആവശ്യമില്ല. ഈ ആവശ്യം പോലൊന്ന് കേൾക്കാൻ ഇന്ത്യ രാജ്യത്തിലെ ഭരണകൂടം തയ്യാറല്ല. -4 ഡിഗ്രി തണുപ്പില് ഡൽഹിയിൽ കർഷകർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പുറമെ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട് സമരത്തില്. ഭരണകൂടത്തിന് ഒരു പ്രശ്നമില്ല. ഭരണകൂടം പറയുന്നത് ഖലിസ്ഥാനികളാണ്, തീവ്രവാദികളാണ് ആ സമരം നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ചെറിയ പ്രതിഷേധങ്ങള് ആ സമരക്കാരുടെ പുറത്തുനിന്ന് എവിടെയെങ്കിലും ഉണ്ടാവുമ്പോ അവരൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ അറസ്റ്റ് ചെയ്തൊരു പെൺകുട്ടി, ദിശ രവി എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് ഇപ്പൊ ജാമ്യം കിട്ടി. 21 വയസ്സായിട്ടുള്ള കുട്ടിക്ക്. ദിശ രവി എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് 21 വയസ്സ്. എന്താ പെൺകുട്ടി ചെയ്ത് തെറ്റെന്നറിയുന്നത്? ആ പെൺകുട്ടി കർഷക സമരത്തിന് ആവശ്യമായ ടൂൾ കിറ്റ് നൽകിയെന്നാണ് പറയുന്നത്. കേട്ടാ, വാക്ക് കേട്ടാൽ നമുക്ക് തോന്നും അതിഭീകരമായ എന്തോ ഒരു സാധന കൊടുത്തതെന്ന്. ടൂൾ കിറ്റ് അതൊന്നുമല്ല. ടൂൾ കിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സമരത്തിൽ ഓരോ ദിവസം എന്ത് ചെയ്യണമെന്ന് നിർദ്ദേശമടങ്ങുന്ന കടലാസാണ്. അതിന് ട്വിറ്ററിന്റെ ഭാഷയിൽ ടൂൾ കിറ്റ് എന്ന് പറയും. അത്രേ ഉള്ളൂ. ഇന്ന് ഇവിടെ പ്രകടനം നടത്തണം, നാളെ അവിടേക്ക് ജാഥ നടത്തണം എന്ന് പറഞ്ഞ സാധനമാണ് ഈ ടൂൾ കിറ്റ്. ആ ടൂൾ കിറ്റ് എഡിറ്റ് ചെയ്തു സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തകയായ ഗ്രെറ്റ തുൻബർഗ്, 18 വയസ്സായിട്ടുള്ളവർക്ക്. അവൾ ഉണ്ടാക്കിയിട്ടുള്ള ടൂൾ കിറ്റ് എഡിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് 21-കാരിയായ ദിശ രവിയെ അറസ്റ്റ് ചെയ്യുന്നത്. അവളുടെ ഒപ്പം അറസ്റ്റ് ചെയ്യപ്പെടാൻ കാത്തു നിൽക്കുന്ന നികിത ജേക്കബ്, ശാന്തനു തുടങ്ങിയ ആളുകള് തീവ്രവാദികളുടെ ലിസ്റ്റിലായിപ്പോ. ഇപ്പൊ എന്ത് ചെയ്താലാണ് അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കുക? ഈ രാജ്യത്ത് നമ്മള് ഷൂ വിറ്റാൽ അറസ്റ്റ് ചെയ്യപ്പെടും. കാരണം ഷൂ ഉണ്ടാക്കിയിട്ടുള്ളത് തോല് കൊണ്ടാണ്. അത് പശുവിന്റെ തോലാണോ കാളയുടെ തോലാണോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഷൂ വിറ്റാൽ പശുവിന്റെ തോലാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷെ അറസ്റ്റ് ചെയ്യപ്പെടാം. പ്രകടനം നടത്തിയാൽ അറസ്റ്റ് ചെയ്യപ്പെടാം. ഒരു ഹിന്ദുവായ പെൺകുട്ടിയുടെ കൂടെ നടന്നാൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടാം. തമാശ പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യപ്പെടാം. എല്ലാം പോട്ടെ, തമാശ പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യപ്പെടും. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്ത് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ തമാശ പറഞ്ഞിട്ട്. തമാശ പറഞ്ഞിട്ടില്ല. അയാളുടെ പണിയെന്ന് പറഞ്ഞാൽ ചെറിയ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാവുമ്പോ ഈ കല്യാണത്തിന്റെ സൽക്കാരത്തിന്റെ ഒക്കെ വേദികളില് ഈ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്ന സ്ഥലത്ത് പോയിട്ട് തമാശ പറയാ. അതാണ് മൂപ്പര പണി. അങ്ങനെ തമാശ പറഞ്ഞ് പണിയെടുക്കുന്ന മനുഷ്യനാണ്. ആ തമാശ പറയാൻ വേണ്ടി അയാൾ ഒരു സദസ്സിൽ വന്ന് തമാശ തുടങ്ങിയിട്ടില്ല, അപ്പോഴേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിലിട്ടു, റിമാൻഡ് ചെയ്തു. ഇപ്പൊ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ അറസ്റ്റ് ചെയ്തിട്ടുള്ള 5 ആൾക്കും ഇപ്പൊ ജാമ്യം കിട്ടിയിട്ടില്ല. തമാശ പറയാൻ പറ്റില്ല നമ്മുടെ രാജ്യത്ത്. കാളവണ്ടി ഓടിച്ചാൽ ചിലപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടും. കാരണം കാള എന്ന് പറഞ്ഞാൽ പശുവിന്റെ ഭർത്താവാണല്ലോ. അതുകൊണ്ട് ഒരു പക്ഷെ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. ചിന്തിച്ചാൽ അറസ്റ്റ് ചെയ്യപ്പെടും. ഒരു പോസ്റ്റ് ഇട്ടാൽ ട്വിറ്ററിലോ ഫേസ്ബുക്കിലോ ഒരു പോസ്റ്റ് ഇട്ടാൽ ഒരു പക്ഷെ നിങ്ങൾ തീവ്രവാദി, രാജ്യദ്രോഹി എന്ന പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടാം. അങ്ങനെ നിൽക്കുന്നൊരവസ്ഥയിലാണ് നമ്മൾ രാജ്യം കടന്നു പോണത്. ഇത്രയും അപകടകരമായ
ഇത്രയും പ്രതിസന്ധികളിലൂടെ നമ്മുടെ രാജ്യം നടന്നു പോകുമ്പോ ഇതിനെതിരെ ശബ്ദിക്കേണ്ട ആളുകളെവിടെ? ശബ്ദിക്കേണ്ട സാംസ്കാരിക നായകന്മാരെന്ന് പറഞ്ഞ ആൾക്കാരെവിടെ? ഈ രാജ്യത്തിലെ സാംസ്കാരിക നായകന്മാരെന്ന് പറഞ്ഞ സിനിമാ നടന്മാരും കവികളും എഴുത്തുകാരൊക്കെ ആണല്ലോ. എല്ലാവരും അഭയം തേടാണ് RSSന്റെ കൊടക്കീഴിലും. ഇപ്പൊ അടുത്ത കാലത്ത് മെട്രോമാൻ ഇ ശ്രീധരൻ BJP ചേർന്നു. ആളുകൾക്കൊക്കെ ഭയങ്കര അത്ഭുത. മെട്രോമാൻ ഇ ശ്രീധരൻ BJP ചേർന്നു. BJP അങ്ങനെ, BJP ഇങ്ങനെ, മെട്രോമാൻ ഇ ശ്രീധരൻ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയാ. അതിന്റെ ഇടയിൽ നിങ്ങൾ ആരും കേൾക്കാത്തൊരു ചോദ്യമുണ്ട്. ആരും ചോദിച്ചിട്ടില്ല ആ ചോദ്യം. ഒരു പത്രക്കാരൻ ചോദിച്ചിട്ടില്ല. ആ ചോദിച്ചിട്ടുള്ളത് RSSന്റെ മുഖപത്രമായ കേസരിയാ ചോദിച്ചത്. മെട്രോമാൻ ഇ ശ്രീധരനോട്, നിങ്ങൾ RSSകാരനാണോ? അപ്പൊ മെട്രോമാൻ ഇ ശ്രീധരൻ പറഞ്ഞത്, ഞാൻ 2ാം ക്ലാസ് മുതൽ RSSന്റെ ശാഖയിൽ പോയിക്കൊണ്ടിരുന്ന ആളാണ്. കോളേജിൽ പഠിക്കുന്ന കാലം വരെ ഞാൻ RSSന് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. RSSന്റെ പ്രചാരകന്മാരുടെ കൂടെ യാത്ര ചെയ്ത ആളാണ്. എന്റെ സ്വഭാവം വളർത്തിയത് RSS ആണ്. എന്നെ ഈ രീതിയിലാക്കിയത് RSS ആണ്. ആരാ പറഞ്ഞത്? മെട്രോമാൻ ഇ ശ്രീധരൻ. പിന്നെ അയാൾ BJP പോയി എന്നുള്ളത് ഒരു വലിയ സംഗതി ഒന്നല്ല. അതിന് RSS, നിങ്ങൾ കാണുന്ന RSS ഉണ്ട്, മറിഞ്ഞു കിടക്കുന്ന RSS ഉണ്ട്, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഉള്ളിൽ RSS ഉണ്ട്. കാരണം RSS എന്ന് പറയുന്നത് ഒരു മനസ്സാണ്. അത് BJPക്കാർക്ക് മാത്രമുള്ള മനസ്സല്ല, അത് ചില കോൺഗ്രസ്സുകാർക്ക് കാണാം. അത് എന്തിനധികം അത് ചില മുസ്ലിം ലീഗുകാർക്ക് വരെ ചിലപ്പോൾ നമ്മൾ കണ്ടേക്കാം. RSSന്റെ മനസ്സ് അതൊരു മനസ്സാണ്. അത് മെട്രോമാൻ ഇ ശ്രീധരന് നേരത്തെ ഉള്ളതാണ്, വേറെ പ്രത്യേകതയില്ല. അത് ഞാൻ പറഞ്ഞു വന്നത്, സാംസ്കാരിക നായകന്മാരും മിണ്ടുന്നില്ല. കവികള്, സച്ചിൻ ടെണ്ടുൽക്കർ അടക്കമുള്ള ആളുകള് BJPന്റെ കൂടെയാ. എന്തെങ്കിലുമൊക്കെ ലാഭം കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് അവിടെയാ. അവസാനം ഈ ഒരു പ്രതിസന്ധി എന്നൊക്കെ കരകയറാൻ നമ്മൾ പോണത് കോടതിയിലാണ്. കോടതിയാണല്ലോ രക്ഷ ഇന്ത്യ രാജ്യത്തിലെ സാധാരണക്കാരന്. എന്താ കോടതിയുടെ അവസ്ഥ? കോടതിയില് നമ്മളിപ്പോ അടുത്ത കാലത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങൾ അത്ര നല്ലതൊന്നല്ലല്ലോ. ബാബരി മസ്ജിദ് മാത്രം എടുക്കുക നിങ്ങള്. ബാബരി മസ്ജിദിന്റെ പ്രധാനമായ 2 കേസുകൾ, ഒന്ന് അലഹാബാദിൽ നടക്കുന്നു, ഒന്ന് സുപ്രീം കോടതിയിൽ നടക്കുന്നു. സുപ്രീം കോടതിയിലെ കേസ് എന്താ? 27 ഏക്കർ അയോധ്യയിലെ ഫൈസാബാദിൽ 27 ഏക്കർ ഭൂമി ആരുടേതാണ്? രാം ലല്ലയുടേതാണോ? അതല്ല സുന്നി വഖഫ് ബോർഡിൻ്റെതാണോ? അതാണ് ചോദ്യം. കോടതി കേസ് പരിശോധിക്കുന്നതിന്റെ ഇടയിൽ കോടതി പറഞ്ഞെന്താ? ആ ബാബരി മസ്ജിദിന്റെ അകത്ത് രാമവിഗ്രഹം കൊണ്ടുവച്ചത് തെറ്റാണ്, ശിലാന്യാസം നടത്തിയത് തെറ്റാണ്, ബാബരി മസ്ജിദ് പൊളിച്ചത് തെറ്റാണ്, അതിനെതിരായുള്ള കേസ് ഇത്ര നീണ്ടുപോകുന്നത് ശരിയല്ല, ആ കേസ് ഉടൻ തീർപ്പാക്കണം, കുറ്റവാളികളെ ശിക്ഷിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഏത്? അലഹാബാദ് കോടതിയിൽ നടക്കുന്ന കേസ് വേഗം തീർത്തിട്ട് കുറ്റവാളികളെ ശിക്ഷിക്കണം എന്ന് സുപ്രീം കോടതി ഈ കേസിന്റെ ഇടയിൽ പറഞ്ഞു. എന്നിട്ട് ഈ കേസിൽ എന്താ വിധി പറഞ്ഞത്? ആ രാമക്ഷേത്രത്തിന്റെ ബാബരി മസ്ജിദിന്റെ അടിയില് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് കാണിക്കാനുള്ള ആർക്കിയോളജിക്കൽ തെളിവുകളൊന്നുമില്ല. അവിടെ രാമക്ഷേത്രമായിരുന്നു എന്ന് കാണിക്കാൻ വേറെ ഒരു തെളിവുകളും ബാബരി മസ്ജിദിന്റെ ബിൽഡിങ്ങിലില്ല. ആ ഭൂമി രാംലല്ലയുടേതാണ് കാണിക്കുന്ന രേഖകളുമില്ല. ആ ബാബരി മസ്ജിദ് പൊളിച്ചതും തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് കോടതി പറഞ്ഞത്, അതുകൊണ്ട് ഈ 27 ഏക്കർ ഭൂമി രാമക്ഷേത്രത്തിന് കൊടുക്കണം. ഏതുകൊണ്ട്? ഇതുകൊണ്ടൊക്കെ. അവിടെ കൊണ്ട് നിർത്തിയില്ലട്ടോ കോടതി. അത് രാമക്ഷേത്രത്തിന് കൊടുക്കണം. ആ രാമക്ഷേത്രം ഉടൻ തന്നെ അവിടെ ഉണ്ടാക്കണം. അതിന് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കണം. അതിൽ സർക്കാരിന്റെ പ്രതിനിധികളും വേണം. അത്രയും പറഞ്ഞു കോടതി. ആലോചിക്കണം നിങ്ങൾ. കോടതിയോട് ആകെ ചോദിച്ചത് ഇത് ആരെ സ്ഥലമാണെന്നാണ് ചോദിച്ചത്. കോടതി കുറച്ചും കൂടെ കടന്ന് പറഞ്ഞു. എന്നിട്ടോ നമ്മുടെ ഭരണകൂടം, കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഖജനാവിൽ നിന്ന് 1 രൂപ രാമക്ഷേത്ര നിർമ്മാണ ഫണ്ടിലേക്ക് കൊടുത്തു. തമാശയായിട്ട് നമുക്ക് തോന്നുന്നു, 1 റുപ്യ രാമക്ഷേത്ര ഫണ്ടിലേക്ക് കൊടുത്തിട്ട് എന്താ കാര്യം? കാര്യമുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവൂല, അതിന് കുറച്ച് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. കാരണം എന്താണ്? ഇന്ത്യയുടെ ഖജനാവിൽ നിന്ന് രാമക്ഷേത്രത്തിന് പണം കൊടുത്തിട്ടുണ്ട്, 1 കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോ 1 കോടി കൊടുക്കുന്നതിന് തടസ്സമല്ല. അതിനുള്ള ആ നിയമം അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുക, കീഴ്വഴക്കം. ഇനി ഒരുപക്ഷെ ഒന്നും കൂടെ പറഞ്ഞേക്കാം, അതിങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. അതായത്
സർക്കാർ 1 രൂപ കൊടുത്തിട്ടാണ് രാമക്ഷേത്രം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് രാമക്ഷേത്രത്തിന് പണം കൊടുക്കൽ പൗരന്മാരുടെ ബാധ്യതയാണ്. അത് കൊടുത്തില്ലെങ്കിൽ രാജ്യദ്രോഹമാണ് എന്ന് വന്നേക്കാം. കർണാടകയിലൊക്കെ ഇപ്പൊ അങ്ങനെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ സുപ്രീം കോടതി ഇങ്ങനെ വിധിച്ചു, ക്ഷേത്രത്തിന് ഭൂമി കൊടുത്തു, മുസ്ലിങ്ങളെ സമാധാനിപ്പിക്കാൻ 5 ഏക്കർ സ്ഥലം അപ്പുറത്തെടെങ്കിലും കൊടുത്തേക്കെന്നും പറഞ്ഞു. അങ്ങനെയാണ് രണ്ടാമത്തെ കേസ് അലഹാബാദ് കോടതിയിലുണ്ടല്ലോ, അത് തീർപ്പാക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞാണല്ലോ. അങ്ങനെ അലഹാബാദ് കോടതിയിൽ കേസ് വന്നു. CBI കോടതിയാ, CBI ആണ് അന്വേഷിച്ചത്. 38 പ്രതികളുണ്ട്. 1992 തുടങ്ങിയ കേസാ. 2020 വിധി പറയണത്. കൊല്ലത്രയും നിങ്ങൾ മെല്ലെ വീട്ടിൽ പോയിട്ട് കണക്കൂട്ടിക്കോളി. ഇത്രയും കൊല്ലം വിചാരണ നടന്നിട്ട് കോടതി അവസാനം പറഞ്ഞെന്താ? അതിലെ ഹാജരാക്കപ്പെട്ട പ്രതികൾ ആരും തന്നെ ബാബരി മസ്ജിദ് തകർക്കുന്നതിൽ പങ്കെടുത്തിട്ടില്ല. അവര് ബാബരി മസ്ജിദ് തകർക്കുന്നത് തടയാൻ പോയവരായിരുന്നു. സാമൂഹ്യ ദ്രോഹികളാണ് ബാബരി മസ്ജിദ് തകർത്തത്. ബഹുമാനപ്പെട്ട കോടതിയോട് വളരെ വിനയത്തോടെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ആ സാമൂഹ്യ ദ്രോഹികളുടെ പേരാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം RSS എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. എന്തിനാണ് LK അഡ്വാനി 1990 രഥയാത്ര നടത്തിയത്? ബാബരി മസ്ജിദ് തകർക്കാൻ. എന്തിനായിരുന്നു ഉമാഭാരതി അവിടെ പോയിട്ട് പ്രസംഗിച്ചത്? ബാബരി മസ്ജിദ് തകർക്കാൻ. എന്തിനായിരുന്നു വിനയ് കത്യാർ ആളുകളെ പരിശീലിപ്പിച്ചത്? ബാബരി മസ്ജിദ് തകർക്കാൻ. എന്നിട്ട് കോടതി അവസാനം കണ്ടെത്തിയത് ഇവരൊക്കെ അവിടെ പോയത് ബാബരി മസ്ജിദ് സംരക്ഷിക്കാനായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ കേസും കഴിഞ്ഞു, കോടതി അതും വിട്ടു. സുപ്രീം കോടതിയിൽ ആ വിധി പറഞ്ഞ രഞ്ജൻ ഗൊഗോയ് എന്ന് പറയുന്ന ജഡ്ജി എന്തായി? അയാൾ പിന്നീട് രാജ്യസഭ MP ആയി. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ അയാൾ കിട്ടി. ഈ രഞ്ജൻ ഗൊഗോയിനെ കുറിച്ച് ഒന്നുകൂടെ നിങ്ങൾ അറിയണം. ഈ രഞ്ജൻ ഗൊഗോയാണ് കുറച്ചു മുമ്പ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ സുപ്രീം കോടതി കാണാൻ ക്ഷണിച്ചത്. സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും അതിൽ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, സുപ്രീം കോടതി കാണാൻ പ്രധാനമന്ത്രിക്ക് വന്നൂടെ. പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ നിയമ സംവിധാനവും ഭരണഘടനയും അനുസരിച്ചിട്ട് ഒരു സുപ്രീം കോടതി ജഡ്ജിയും ഈ എക്സിക്യൂട്ടീവോ ജുഡീഷ്യലി ലെജിസ്ലേച്ചറോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമസഭയിലെ ഒരാളെയും ക്ഷണിക്കാൻ പാടില്ല. അത് നമ്മുടെ നാട്ടിലെ നിയമമാണ്. ജനങ്ങളുമായിട്ട് അവര് നേരിട്ട് ബന്ധപ്പെടാൻ പാടില്ല ജഡ്ജിമാർ. എന്തിനാണ് അങ്ങനെ നിയമം വെച്ചിട്ടുള്ളത്? ജഡ്ജിമാര് തീർത്തും സ്വതന്ത്രരായിരിക്കണം, ഒരാളും സ്വാധീനിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു ജഡ്ജിയാണ് നരേന്ദ്രമോദിയെ ക്ഷണിച്ചു കൊണ്ടുപോയിട്ട് സുപ്രീം കോടതിയില് അദ്ദേഹത്തിന്റെ കോടതിയിൽ ഇരുത്തിക്കിട്ട് ആ കോടതിയിൽ എങ്ങനെയൊക്കെയാണ് നടപടിക്രമങ്ങൾ നടന്നു പോകാന്ന് 1 മണിക്കൂർ സമയമെടുത്ത് കാണിച്ചു കൊടുത്തത് ഈ രഞ്ജൻ ഗൊഗോയ്. അവിടെയാണ് ഞങ്ങൾ പറയണത്, ഈ കോടതിയുടെ കാര്യങ്ങളിൽ നമുക്ക് ചില സംശയങ്ങൾ ഉണ്ട്. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ബോബ്ഡെ അദ്ദേഹം ഇടക്കാലത്ത് പറഞ്ഞെന്താണെന്നറിയോ? ഭരണഘടനയിലെ കുറെ ആർട്ടിക്കിൾ ഉണ്ടല്ലോ, അതിൽ ആർട്ടിക്കിൾ 32 എന്തിനാണ് അത് ഒഴിവാക്കിക്കൂടെന്ന് ചോദിച്ചു. എന്താ മൂപ്പർക്ക് അതുകൊണ്ടുള്ള വിഷമം? ആർട്ടിക്കിൾ 32 എന്ന് പറഞ്ഞാൽ എന്താ? ആർട്ടിക്കിൾ 32 ഇത്രയേ ഉള്ളൂ, ഇന്ത്യയുടെ ഭരണഘടന കുറെ ആളുകൾക്ക്, ജനങ്ങൾക്ക്, ഇന്ത്യയുടെ പൗരന്മാർക്ക് ഒരുപാട് അവകാശങ്ങൾ കൊടുക്കുന്നുണ്ട്. സംസാരിക്കാനുള്ള അവകാശം, സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം, മതം വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇങ്ങനെ ഒരുപാട് പൗരാവകാശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ പൗരാവകാശങ്ങൾ ആരെങ്കിലും തടഞ്ഞാൽ, ഭരണകൂടമാവട്ടെ വ്യക്തികളാവട്ടെ, ആര് തടഞ്ഞാലും ഒരു വ്യക്തിക്ക് സുപ്രീം കോടതി വരെ പോകാം. അതാണ് ആർട്ടിക്കിൾ 32. അങ്ങനെ സുപ്രീം കോടതി വരെ പോകാനുള്ള ഈ അവകാശം എന്തിനാണെന്നാണ് സുപ്രീം കോടതി ചോദിക്കുന്നത്. അതൊക്കെ എടുത്ത് ഒഴിവാക്കിക്കൂടെ? വെറുതെ ഇവരെല്ലാവരും കൂടി എന്തിനാ സുപ്രീം കോടതിയിൽ വരുന്നത്? ആ അവകാശം ഇല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചാൽ പോരെ. മറിച്ച് സുപ്രീം കോടതി ആലോചിക്കേണ്ടത് എന്തായിരുന്നു? ഒരു സുപ്രീം കോടതിയിലെ ഒരു വക്കീല് 1 മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ അയാൾ വാങ്ങുന്ന ഫീസ് എത്രയാന്ന് നിങ്ങൾക്ക് അറിയാലോ? ലക്ഷക്കണക്കിന് രൂപ വേണം ഒരു വക്കീൽ എണീറ്റിക്കണമെങ്കിൽ. അങ്ങനെയുള്ള ഒരു വക്കീലിനെ ഏർപ്പെടുത്തിയിട്ട് ആരും തമാശക്ക് സുപ്രീം കോടതി പോവില്ല. ഒരു മനുഷ്യന്റെ പൗരാവകാശം ലംഘിക്കപ്പെട്ട അത്രയും ഭീകരമായ അവസ്ഥയിലാണ് ഒരു മനുഷ്യൻ സുപ്രീം കോടതിയിൽ കേസുമായിട്ട് പോണത്. അപ്പൊ എന്തുകൊണ്ട് ആളുകൾ ഇങ്ങനെ പണം ചെലവാക്കിക്കൊണ്ട് തങ്ങളുടെ പൗരാവകാശം ലംഘിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ കാരണം എന്താണ് ഇന്ത്യയിൽ ഇത്ര ഭീകരമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നായിരുന്നു സുപ്രീം കോടതി ആലോചിക്കേണ്ടിയിരുന്നത്. അതിന് പകരം സുപ്രീം കോടതി ആലോചിച്ച എന്താ? ഈ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരുന്നത് ഒഴിവാക്കാൻ എന്താ വഴിയെന്ന്.
അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ കോടതിന്റെ കാര്യത്തിൽ നമുക്ക് ചില സംശയങ്ങൾ. പിന്നെ ഉദ്യോഗസ്ഥന്മാരാണ്, നിയമസഭ ഏതായാലും ഇവരെ കയ്യിലായി, ഇനി ഉദ്യോഗസ്ഥന്മാരാണ്, ബ്യൂറോക്രസി. നേരത്തെ പറഞ്ഞല്ലോ UPSC ജിഹാദ്. മുസ്ലിങ്ങളോട് പറഞ്ഞ എന്താ? UPSCയിൽ കേന്ദ്ര ഗവൺമെന്റ് ജോലിയിൽ കയറാൻ വേണ്ടിയുള്ള ജിഹാദ് നടക്കുന്നുണ്ട്. RSS അങ്ങനെ ഒരു പ്രചരണം നടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്നറിയോ? RSS എന്ത് പ്രചരണം നടത്തുന്നുണ്ടോ അതിന് കാരണം ആ പണി RSS നേരത്തെ തുടങ്ങിയിട്ടുണ്ടോ? അത് മറച്ചു വെക്കാനാണ് അത് നമ്മളെ മേലേക്ക് ഇട്ടിട്ട് പണിയെടുക്കുന്നത്. ലവ് ജിഹാദ്, മുസ്ലിങ്ങൾ ഹിന്ദു കുട്ടികളെ പ്രേമിക്കുന്നു. ഇത് പറയാൻ കാരണം എന്താണ്? അപ്പുറത്താ പണി തുടങ്ങിയിട്ടുണ്ടാവും, അതുകൊണ്ടാണ്. UPSC ജിഹാദ് എന്ന് പറയാൻ കാരണം എന്താണ്? അപ്പുറത്താ പണി തുടങ്ങിയിട്ടുണ്ട്. ഡൽഹിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, സങ്കല്പ് എന്നാണ് അതിന്റെ പേര്. നടത്തുന്നത് RSSകാരാണ്. സിവിൽ സർവീസ് പരീക്ഷയിൽ ആളുകളെ പങ്കെടുപ്പിച്ച് ജയിപ്പിക്കുക എന്നാണ് അതിന്റെ ഉദ്ദേശം. കഴിഞ്ഞ പരീക്ഷയിൽ 90% കുട്ടികൾ അവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട്. ആ ജയിച്ച കുട്ടികളെ മുഴുവൻ അഭിസംബോധന ചെയ്തിട്ട് നിങ്ങൾ ഇന്ത്യയിൽ എന്ത് പണിയെടുക്കണം എന്ന് പറഞ്ഞു കൊടുത്തത് RSSന്റെ ദേശീയ സെക്രട്ടറിയാണ്. അതാണ് സങ്കല്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പണി. ബ്യൂറോക്രസി അങ്ങനെ കയ്യിലാവുകയാണ്. കുറെ ആൾക്കാരുണ്ടല്ലോ അങ്ങനെ കയ്യിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കാം. നേരത്തെ പറഞ്ഞ മെട്രോമാൻ ശ്രീധരൻ, ഇന്ത്യ രാജ്യത്തിന് ഏറ്റവും വലിയ ബ്യൂറോക്രാറ്റ് അല്ലേ? കേരളത്തിലുണ്ടായിരുന്നല്ലോ. കേരളത്തിലെ പോലീസ് സേനയിലെ വമ്പന്മാര് TP സെൻകുമാർ അവസാനം പോയത് എവിടേക്കാ? ഇന്നും ഇന്നലെ അയാൾ RSS ആയതല്ല, അയാൾ RSSലൂടെ വളർന്ന ആളാണ്. പിന്നീട് DYSP SP ആയിരുന്ന ഉണ്ണിരാജ റിട്ടയർ ചെയ്തപ്പോ എങ്ങോട്ടാ പോയത്? RSSലേക്ക്. വലിയ വലിയ ഉദ്യോഗസ്ഥന്മാര് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും പോകുന്നത് RSSന്റെ ആലയിലേക്കാണ്. വെറുതെ അല്ല, അവർ അവിടെ നിന്നാണ് വന്നത്. അവിടെ നിന്നാണ് അവർ വന്നിട്ട് തിരിച്ചങ്ങോട്ട് പോകുന്നത് മാത്രമേ ഉള്ളൂ. ഈ വ്യാപനം ഇന്ത്യ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങള് ആരുടെ ഭാഗത്താ? പത്രമാധ്യമങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞു, ഫിറോസ് അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോ പോലീസ് പറഞ്ഞ കഥയേക്കാൾ ഭീകരമായ കഥ ഇന്ത്യ രാജ്യത്ത് പ്രചരിപ്പിച്ചു ദേശീയ മാധ്യമങ്ങൾ. അതിഭീകരന്മാരായിട്ടല്ല അവതരിപ്പിച്ചത്. ഫെബ്രുവരി 17 പത്രങ്ങൾ എടുത്തു നോക്ക്. 1-ാം പേജിലാണ് വാർത്ത. സ്ഫോടക വസ്തുക്കളുമായി കൊടും ഭീകരർ പിടിയിൽ. അടിയിലേക്ക് വായിച്ചു നോക്കിയാല് ഈ കൊടും ഭീകരർ പിടിച്ച എന്താണ് അവരെ കയ്യിൽ നിന്ന് പിടിച്ച ഏറ്റവും ഭീകരമായ സാധനം ഡിറ്റനേറ്ററുകൾ എന്ന് പറയുന്ന സാധനം. പോലീസ് പറഞ്ഞ കണക്ക് പ്രകാരമുള്ളത് 6 ഡിറ്റനേറ്ററുകളാണ്. ഇതൊക്കെ കളവാണെന്നാണ് പോപ്പുലർ ഫ്രണ്ട് പറഞ്ഞത്. ഡിറ്റനേറ്റർ ആയിട്ട് ഇങ്ങനെ പിന്നെ ട്രെയിനിൽ യാത്ര ചെയ്ത് പോകുന്ന പരിയല്ല പോപ്പുലർ ഫ്രണ്ടിലുള്ളത്. 6 ഡിറ്റനേറ്ററുകൾ പിടിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. ഒരു വാദത്തിന് നമ്മൾ സമ്മതിച്ചു കൊടുക്കാം. 6 ഡിറ്റനേറ്ററുകൾ കൈവശം വെച്ചിട്ടാണ് ഫിറോസിനെയും അൻഷാദിനെയും അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ കൊടും ഭീകരവാദികളും തീവ്രവാദികളായത്. ഒരാഴ്ച മുമ്പ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് പിടിച്ചത് 350 ഡിറ്റനേറ്ററുകളാണ്. 350 എണ്ണം. ഞാൻ ചോദിക്കട്ടെ, മലപ്പുറം എഡീഷനില്, നിലമ്പൂരിലുള്ള ഏതെങ്കിലും പത്രങ്ങളിൽ ആ വാർത്ത വന്നിരുന്നു? നിങ്ങൾ ആലോചിച്ച് നോക്കാം. 1-ാം പേജില് ഡിറ്റനേറ്ററുമായി ബോംബുമായി പിടിച്ചിട്ട് 1-ാം പേജിൽ വാർത്ത വരണമെങ്കിൽ അതിന് വേണ്ട യോഗ്യത ഉണ്ട്. അങ്ങനെ ഇങ്ങനെയൊന്നും വരൂല. അതിനുവേണ്ട ഏറ്റവും വലിയ യോഗ്യത നിങ്ങളുടെ പേര്, അത് ചില സമുദായത്തിന്റെ പേരാണെങ്കിൽ 1-ാം പേജിൽ കിട്ടും. നിങ്ങൾ കൊടും തീവ്രവാദി ആവണമെങ്കിൽ മറ്റതൊക്കെ നിങ്ങൾ പാറ പൊട്ടിക്കാനോ, നിങ്ങളെന്തോ പടക്കുണ്ടാക്കാനോ, കിണറില് പാറ പൊട്ടിക്കാനോ ഒക്കെ കൊണ്ടുവരുന്ന സാധനമായിരിക്കും. ആ പേരങ്ങോട്ട് മാറുന്നതോടുകൂടി ആ ഡിറ്റനേറ്റർ കൊടും ഭീകരവാദത്തിന്റെ ഡിറ്റനേറ്ററായിട്ട് മാറും. അത്രയുള്ളൂ. ഇത് നമ്മളെ കോഴിക്കോട്ട് ഇപ്പൊ കഴിഞ്ഞതാണ്. പത്രമാധ്യമങ്ങൾ കണ്ടിട്ടേ ഇല്ല വാർത്ത. മാധ്യമങ്ങളുടെ കാര്യം അങ്ങനെ. രാഷ്ട്രീയക്കാരുടെ കാര്യം എന്താ? രാഷ്ട്രീയക്കാരിൽ ഇപ്പൊ നമ്മളെല്ലാരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പൊ നിയമസഭാ ഇലക്ഷനൊക്കെ വരുന്നുണ്ട്. ലോക്സഭയിലേക്ക് രാജ്യത്ത് ഇപ്പോ കോൺഗ്രസ് വരും, നമുക്കൊരു സമാധാനമൊക്കെ ഉണ്ടാവുന്നു. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവും. നമുക്ക് പോപ്പുലർ ഫ്രണ്ടുകാർക്ക് ഏതായാലും ആ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷെ കുറെ ആൾക്കാർക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ട്. രാഹുൽ ഗാന്ധി വരും, ഇന്ത്യ എന്തോ ആവുന്നൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ട്. രാഹുൽ ഗാന്ധി വരുമോ എന്ന് കോൺഗ്രസ്സുകാരും UDFകാരും തന്നെ ഒന്ന് നെഞ്ചിൽ കൈവച്ചിട്ട് തന്നെ സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക, വരുമോ?
അപ്പോ ഒരു ഉറപ്പുണ്ടാവില്ല, വരേക്കാരോ അത്രേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വരുന്നൊരു ഉറപ്പ് അവർക്ക് തന്നെ ഇല്ല, കോൺഗ്രസ്സുകാർക്ക് തന്നെ ഉണ്ടാവില്ല വരും. കാരണം മൂപ്പരെ കോലം കണ്ടാൽ തന്നെ നമുക്ക് വരുമോ? കേരളത്തില് രമേശ് ചെന്നിത്തലന്റെ ജാഥ ഉദ്ഘാടനം ചെയ്യാമെന്ന് അതിന്റെ സമാപനം തിരുവനന്തപുരത്താണ്. മൂപ്പര് രാവിലെ തന്നെ തിരുവനന്തപുരത്ത് ചെയ്ത പണി എന്താ? ശംഖുമുഖം കടപ്പുറത്ത് പോയിട്ട് കടലിൽ ചാടി മീൻ പിടിക്കുക. ഭാവി പ്രധാനമന്ത്രി ആവാൻ പോണ ആളാണ്. കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരായിട്ട് ചർച്ച ഒന്നുമല്ല മൂപ്പര് ചെയ്യണത്. മൂപ്പര് കടലിൽ ഇറങ്ങിയിട്ട് വല നന്നാക്കി കൊടുക്കുക. അങ്ങനെ ഇവിടുന്ന് നേരെ പോയത് തമിഴ്നാട്ടിലേക്കാണ്. അവിടെ പരിപാടി എന്താ? അവിടെ കുട്ടികളിങ്ങനെ പുഷപ്പ് എടുക്കണ്ടേ, അതിന്റെ മുന്നിൽ പോയി പുഷപ്പ് എടുക്കാം. ഇയാൾ ഇന്ത്യന്റെ പ്രധാനമന്ത്രി എങ്ങനെ ആവാനാ? കോൺഗ്രസ്സുകാരനെ കഴിഞ്ഞ ഇലക്ഷനിൽ നിങ്ങൾ നോക്ക്, ഇദ്ദേഹത്തിന്റെ കുടുംബക്കാര് തറവാട്ട് വക സ്വത്തായിരുന്നു ഇദ്ദേഹത്തിന്റെ മണ്ഡലം, റായ് ബറേലി മണ്ഡലം. അവിടെ മത്സരിക്കുന്നതിന് കൂടെ അയാൾ കേരളത്തിൽ വന്നിട്ട് വയനാട്ടിൽ മത്സരിച്ചല്ലോ. എന്തേ അയാൾക്ക് റായ് ബറേലിൽ മാത്രം മത്സരിച്ചോ പോരെ? ഇത്രയും കാലമായിട്ട് രാഹുൽ ഗാന്ധി, രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി, ഇന്ദിരാഗാന്ധി ആരെങ്കിലും കേരളത്തിൽ മത്സരിച്ചിട്ടുണ്ടോ? എന്തേ ഇദ്ദേഹം മാത്രം കേരളത്തിൽ ഒന്ന് മത്സരിച്ച്? കേരളത്തിലെ കോൺഗ്രസ്സുകാർ UDF വിചാരിച്ച് നമ്മുടെ മുജ്ജന്മ സുഹൃതാണെന്നോ ഇദ്ദേഹം ഇവിടെ വന്ന് മത്സരിച്ച്? അതല്ല, കേരളത്തിലെ ഈ പൊട്ടന്മാര് ബാക്കിയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇവിടെ വന്ന് മത്സരിച്ച്. ബാക്കിയുള്ളവർക്കൊക്കെ ആൾക്കാർ ഇതിന് മൊയ്യല്ലേ ഒഴിവാക്കിയിട്ടുണ്ട് ഈ സാധനത്തിന്. ഇനി കേരളത്തിലുണ്ട് കുറച്ച് ആൾക്കാര്. അത് റായ്ബറേലിയിൽ എന്ത് സംഭവിച്ചത്? റായ്ബറേലിൽ തോറ്റു രാഹുൽ ഗാന്ധി. അത് നേരത്തെ അറിയാം കോൺഗ്രസിന് തോൽക്കുന്നു. ഇന്ത്യയിൽ എവിടെ നിന്നാലും തോൽക്കും അറിയാം. ആകപ്പാടെ കുറച്ച് മനുഷ്യന്മാര് ഇപ്പോഴും കോൺഗ്രസ് നടക്കുന്നത് കേരളത്തിലാണ്. അതുകൊണ്ടാണ് കേരളത്തിലേക്ക് വന്നത്. അല്ല മുഹബത്തോന്നൊന്നല്ല. എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ കേരളത്തിലേക്ക് വരൂലല്ലോ, ഇവിടെ തന്നെ അടിയല്ലേ. ഈ കോൺഗ്രസ് രക്ഷിക്കുമെന്ന് വിചാരിച്ച് നിൽക്കുക. കോൺഗ്രസ് രക്ഷിക്കുന്നു നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആൾക്കാരാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആൾക്കാര് നമ്മൾ ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പനെ നമ്മൾ ഡൽഹിയിലേക്ക് പറഞ്ഞയച്ചതാ. നിങ്ങൾ അവിടെ നിന്ന് പോയിട്ട് നേരാക്കി വരണം. മൂപ്പര് സാറേ ഞാൻ അവിടെ പോയി നരേന്ദ്രമോദിക്കെതിരെ സിംഹഗർജനം നടത്തും, ഫാഷിസത്തെ അങ്ങോട്ട് അടിച്ചു ഒതുക്കിയിട്ട് തിരിച്ചു വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മൂപ്പര് പോയതാ. നമ്മളൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പെട്ട് മൂപ്പര് അത് രാജിവെച്ചിട്ട് കൊണ്ടുപോകുന്നു. ഞാൻ ചോദിക്കട്ടെ, കുഞ്ഞാപ്പ ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പയാണ്, ഞങ്ങൾക്ക് എതിരഭിപ്രായമൊന്നുമില്ല. പക്ഷെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗുകാർ ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ആലോചിക്ക്, എന്തിനാണ് കുഞ്ഞാപ്പ രാജിവെച്ചത്? എന്താണ് അതിന്റെ ന്യായം? ന്യായം ഇത്രയല്ലേ ഉള്ളൂ. സത്യം പറയുന്നത് ഒരു MLA ആവണം അല്ലെങ്കിൽ ഒരു മന്ത്രി ആവണം, അതിലപ്പുറം എന്ത് ന്യായമാണുള്ളത്? എനിക്ക് മന്ത്രിയാവണം എന്നതിന്റെ അപ്പുറം വേറെ എന്ത് ന്യായമാണ് അതിനുള്ളത്? ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിങ്ങൾ മുഴുവൻ ഇങ്ങനെ ഉറ്റുനോക്കി നിൽക്കുക. ഇന്ത്യയില് ഒരു MP ആയിട്ട് അദ്ദേഹത്തെ പറഞ്ഞേച്ചല്ലേ. ഒരു MP എന്താക്കാനാണ് അവിടെ ഞാൻ ചോദിക്കണത്? എത്ര MP ഉണ്ടായിരുന്നു മുസ്ലിം ലീഗിന്? ഒരാൾ പോയിട്ട് എന്താക്കണം എന്ന് ചോദിക്കണമെങ്കിൽ പണ്ട് 10 ആളുണ്ടായിരുന്നു. ചോദ്യം കേട്ടാ തോന്നുന്നു. പണ്ട് ഇബ്രാഹിം സുലൈമാൻ സേട്ട് എന്ന് പറഞ്ഞ ഒറ്റ മനുഷ്യൻ തന്നെ പോരാടിയിട്ടുണ്ടായിരുന്നത്. എന്താ ഇപ്പൊ നിങ്ങൾക്കൊരു മടി? ഇതിൽ ഇനി നമ്മൾ ഈ കോൺഗ്രസ്സുകാർക്കും UDF തന്നെ പ്രതീക്ഷയില്ല, ഞമ്മക്കാ പ്രതീക്ഷ. ഒരു നിൽക്കും ഓർക്ക് തന്നെ ഒരു അഭിപ്രായമല്ലേ നമ്മൾ നിൽക്കുന്നു. ഇപ്പൊ പുതുച്ചേരിയിൽ നമ്മളെ തൊട്ടപ്പുറത്താ 4 കോൺഗ്രസിന്റെ MLA രാജിവെച്ചിട്ട് നേരെ BJPയിലാണ് ചേരുന്നത്. അതിന് മൂത്തോനുണ്ട്, രാജിവെച്ച് പോകാൻ നേതൃത്വം കൊടുത്ത ആള്. അദ്ദേഹം എന്താ പറഞ്ഞറിയോ? ഞാൻ കുറെ കാലമായി ജയിക്കണ് കോൺഗ്രസിന് വേണ്ടിയിട്ട്, ഇതുവരെ മുഖ്യമന്ത്രി ആക്കിയില്ല, ചീഫ് വിപ്പ് ആക്കിയിട്ടില്ല, പിന്നെ ഭരണകക്ഷി നേതാവാക്കിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ രാജിവെക്കാണ്. രാജിവെച്ചിട്ട് എന്താ ചെയ്യണത്? നേരെ BJP പോവാണ്. അപ്പൊ എന്തിനായിരുന്നു നിങ്ങൾ കോൺഗ്രസിൽ നിന്നത്? കോൺഗ്രസിൽ നിന്നത് മന്ത്രിയാവാൻ. അപ്പൊ ഈ രാജ്യമൊന്നും എന്റെ വിഷയമല്ല. എനിക്ക് മന്ത്രിയാവണം, അതല്ല ഇപ്പൊ നമ്മളെ കുഞ്ഞാപ്പിയും പറഞ്ഞത്. എനിക്ക് മന്ത്രിയാവണം. രാജ്യം എന്ത് കുളം തോണ്ടിയാലും മുസ്ലിങ്ങളെ എന്ത് നശിച്ചാലും വേണ്ടില്ല, എനിക്ക് മന്ത്രിയാവണം. വേറെന്താ ന്യായം? ഈ കോൺഗ്രസിലും ഈ മുസ്ലിം ലീഗിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. പിന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉറപ്പാണ് LDF എന്നാ പറഞ്ഞത്. ഉറപ്പാണ്. എന്ത് ഉറപ്പാണ് ഇപ്പൊ നമുക്ക് തരുന്നത്?
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ 2 പ്രവർത്തകർ, ഒന്ന് ഫിറോസും ഒന്ന് അൻഷദും. അൻഷദ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്, ഇവരെ UP നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ഇവരുടെ അൻഷദിന്റെ വീട് പന്തളത്താണ്. പന്തളത്ത് അൻഷദിന്റെ വീടിന്റെ അടുത്ത് പ്രതിഷേധ സമ്മേളനം സംഘടിപ്പിക്കുന്നത് BJP RSS അല്ല, CPM ആണ്. എന്നിട്ട് പൊതുയോഗം കഴിഞ്ഞു പോകുമ്പോൾ CPM പ്രവർത്തകര് കല്ലെടുത്തെറിയാണ് അൻഷദിന്റെ വീടിനെതിരെ. ഞാനവിടെ ഒരു പൊതുയോഗത്തിന് പോയി. ഞാൻ അവിടെ ഞങ്ങളെ പ്രവർത്തകരോട് ചോദിച്ചു എന്താ സംഭവം എന്ന്. അപ്പൊ അവര് പറഞ്ഞു, ഒരു പുതിയ ആള് CPM-ലേക്ക് വന്നിട്ടുണ്ട്, അയാളാണ് അവിടെ പൊതുയോഗം നടത്തിയത്. അത് ആരാ വന്നത്? അത് അയ്യപ്പ സേവാ സംഘത്തിൽ നിന്ന് രാജിവെച്ച് വന്ന ആളാണ്. അപ്പൊ അയ്യപ്പ സേവാ സംഘം എന്ന് പറഞ്ഞാൽ എന്താ? RSS-ന്റെ ഒരു സാധനം. അതിന് രാജിവെച്ചിട്ട് CPM-ലേക്ക് വന്നു. അയാൾ RSS-ന്റെ അതേ പ്രസംഗം നടത്തി സ്റ്റേജില്, പ്രവർത്തകർക്ക് വികാരം കൊണ്ടു, കല്ലെടുത്തെറിഞ്ഞു. അന്ന് രാത്രിയോടുകൂടി ആ വികാരം നമ്മൾ അവസാനിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. വേറെ സംഗതി, ഇനി ആ വികാരം അവിടെ ഉണ്ടാവില്ല. അപ്പൊ അവിടെ CPM ആണ് നേതൃത്വം കൊടുക്കുന്നത്. കാരണം CPM അണികളെ പഠിപ്പിച്ചിട്ടുള്ള എന്താ? ഈ രാജ്യത്ത് 2 വർഗീയത ഉണ്ട് എന്നാ. എന്ത്? ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും. ഇത് രണ്ടും എതിർക്കണം എന്നാണ്. പക്ഷെ അറിയാതെ വിജയരാഘവനെ പോലുള്ള ആൾക്കാർ പറഞ്ഞു പോകും ന്യൂനപക്ഷ വർഗീയതയാണ് വലുത്. അത് ഉള്ളിലുള്ള സാധനം വരികയാണ് പുറത്തേക്ക്, നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല. ന്യൂനപക്ഷ വർഗീയതയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നാ മൂപ്പര് ജാഥയിൽ പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞ പ്രശ്നമായി എന്ന് കണ്ടപ്പോ പറഞ്ഞു, അത് ഞാൻ അങ്ങനെ പറഞ്ഞല്ല, ഇങ്ങനെ പറഞ്ഞല്ല. ഭൂരിപക്ഷ വർഗീയത, ന്യൂനപക്ഷ വർഗീയത. എന്താണ് CPM അതിന് കൊടുക്കുന്ന നിർവചനം എന്നറിയോ? ഈ രാജ്യത്തിലെ ഹിന്ദുക്കളുടെ വർഗീയതയാ, അതാണ് ഭൂരിപക്ഷ വർഗീയത. ഈ രാജ്യത്തിലെ ന്യൂനപക്ഷത്തിന്റെ വർഗീയത, അതായത് മുസ്ലിങ്ങളുടെ വർഗീയത, അതാണ് ന്യൂനപക്ഷ വർഗീയത. ക്രിസ്ത്യാനികളുടെ വർഗീയത. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയില്, നമ്മുടെ കേരളത്തില് ഹിന്ദു സമുദായക്കാർ വർഗീയവാദികളാണെന്ന് ആരാണ് വിശ്വസിക്കുന്നത്? CPM അല്ലാത്ത. കേരളത്തിലെ ഹിന്ദുക്കളിൽ എത്ര വർഗീയവാദികളുണ്ട്? അതിന് കേരളത്തിലെ ഹിന്ദുക്കളൊക്കെ വർഗീയവാദികളായിരുന്നുവെങ്കിൽ കേരളം ഈ കണ്ട രീതിയിൽ മുന്നോട്ട് പോവോ? CPM ഉണ്ടാവോ? കോൺഗ്രസ് ഉണ്ടാവോ? കേരളത്തിലെ ഹിന്ദു ഒന്നും ഭീകരവാദിയും വർഗീയവാദിയും അല്ല. കേരളത്തിലെ ഹിന്ദുവും മുസ്ലിമും ഒക്കെ വളരെ സമത്വത്തോടെയും സൗഹാർദ്ദത്തോടെയും ജീവിക്കുന്ന ആൾക്കാരാ, വർഗീയവാദികളൊന്നല്ല. ഹിന്ദു സമുദായത്തിലെ ചെറിയൊരു വിഭാഗം ഹിന്ദുവിന്റെ പേരിൽ വർഗീയത ഉണ്ടാക്കുന്നുണ്ട്. അത് RSS എന്നാണ് അതിന്റെ പേര്, അത് ഹിന്ദു അല്ല. അത് കൃത്യമാണ് ആ പേര്, രാഷ്ട്രീയ സ്വയം സേവക സംഘം RSS. അതിലെല്ലാ ഹിന്ദുക്കളെയും കൂടെ അതിലേക്ക് കൊണ്ട് തള്ളണ്ട. അതുപോലെ മുസ്ലിം സമുദായം വർഗീയവാദികളായിട്ട് ഇവിടെ കലാപം നടത്തിയത്, മുസ്ലിങ്ങൾ നടത്തിയ കലാപം എണ്ണിക്കോളി. ഇന്ത്യ രാജ്യത്ത് നടന്നിട്ടുള്ള വർഗീയ കലാപങ്ങൾ മുഴുവൻ എണ്ണിക്കോ? അതിലെവിടെയാണ് മുസ്ലിങ്ങൾ നടത്തിയിട്ടുള്ള വർഗീയ കലാപം, ക്രിസ്ത്യാനികൾ നടത്തിയിട്ടുള്ള വർഗീയ കലാപം? എല്ലാ കാലത്തും ഇരകളായിരുന്നു ഈ 2 സമുദായവും. അപ്പൊ അവരുടെ പേരിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയണത് ന്യൂനപക്ഷ വർഗീയത. പിന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അനുഭവിച്ചിട്ടുള്ള പ്രധാന പ്രശ്നങ്ങളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെയായിരുന്നു എന്ന് ആലോചിച്ചാൽ മതി. ചില ആൾക്കാർ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എള്ളിട്ടൊഞ്ഞ് ഇനിയിപ്പോ നമ്മൾ CPM-ന് ജയിപ്പിച്ചാൽ മാത്രമേ ഇവിടെ പിന്നെ സമാധാനം ഉണ്ടാവുള്ളൂ. RSS-ന് നേരെ മുട്ടി നിൽക്കാൻ ഓൽക്കേ പറ്റുള്ളൂ. മുട്ടുണ്ട്, പക്ഷെ അത് വേറെ മുട്ടല. അതാണ് RSS-നെതിരെ നിൽക്കുന്നത്. ഇന്ത്യൻ മുസ്ലിങ്ങളെ വലിയ പ്രശ്നമായിരുന്നല്ലോ ബാബരി മസ്ജിദ്. CPM നിലപാട് പറയട്ടെ. ഇന്ത്യൻ മുസ്ലിങ്ങളെ വലിയ പ്രശ്നമാണ് ശരീഅത്ത്. CPM നിലപാട് പറയട്ടെ. ഇന്ത്യൻ മുസ്ലിങ്ങളെ ഏറ്റവും വലിയ പ്രശ്നമാണ് അബ്ദുൽ നാസർ മഅ്ദനി. CPM നിലപാട് പറയട്ടെ. ഇന്ത്യൻ മുസ്ലിങ്ങളെ വലിയൊരു പ്രശ്നമാണ് സക്കരിയ. CPM നിലപാട് പറയട്ടെ. ഇന്ത്യൻ മുസ്ലിങ്ങളെ വലിയൊരു പ്രശ്നമാണ് ഡൽഹി കലാപം. CPM നിലപാട് പറയട്ടെ. ഇന്ത്യൻ മുസ്ലിങ്ങളെ വലിയൊരു പ്രശ്നമാണ് ഗുജറാത്ത് കലാപം. CPM നിലപാട് പറയട്ടെ. ഓരോ പ്രശ്നങ്ങൾ എടുത്തോ, ഇന്ത്യൻ മുസ്ലിങ്ങളെ ബാധിച്ച അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിലൊക്കെ CPM സ്വീകരിച്ച നിലപാട് ഒരുപാട് പറയാനുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോണില്ല. സിദ്ദീഖാപ്പൻ ജയിലിലാണ്, റഊഫ് ഷെരീഫ് ജയിലിലാണ്, അബ്ദുൽ നാസർ മഅ്ദനി ജയിലിലാണ്, സക്കരിയ ജയിലിലാണ്. ഈ കേസിലൊക്കെ ഇടപെടണമെന്ന് പറഞ്ഞപ്പോ സഖാവ് പിണറായി വിജയൻ പറഞ്ഞെന്താണെന്നറിയോ? സിദ്ദീഖാപ്പ UP-യിലാണ്, അത് വേറെ സംസ്ഥാനമാണ്, നമുക്ക് ഇടപെടാൻ പറ്റൂല. അബ്ദുൽ നാസർ മഅ്ദനി കർണാടകയിലാണ്, വേറൊരു സംസ്ഥാനത്തിലാണ്, നമുക്ക് ഇടപെടാൻ പറ്റൂല. റഊഫ് ഷെരീഫ് UP-യിലാണ്, നമുക്ക് ഇടപെടാൻ പറ്റൂല. സക്കരിയ കർണാടകയിലാണ്, നമുക്ക് ഇടപെടാൻ പറ്റൂല, വേറൊരു സംസ്ഥാനം ആയതുകൊണ്ട്. ഇതേ
മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ RSSന്റെ BJPയുടെ കൂടെ നിൽക്കുന്ന BDJS എന്ന് പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയെ UAE പോലീസ് അറസ്റ്റ് ചെയ്തപ്പോ അദ്ദേഹത്തെ മോചിപ്പിച്ചു കൊണ്ടുവന്നു. അപ്പൊ അതെന്താ കാരണം? അത് വേറെ സംസ്ഥാനത്തിലല്ലല്ലോ, വേറെ രാജ്യത്തല്ല. വേറെ രാജ്യത്താണെങ്കിൽ മോചിപ്പിച്ചു കൊണ്ടുവരാ, വേറെ സംസ്ഥാനത്താണെങ്കിൽ നമുക്ക് ഇടപെടാൻ പറ്റൂല. ഇത് ഇവിടുത്തെ ന്യായ. അബ്ദുൽ നാസർ മാതിരി 20 കൊല്ലായി ജയിലില്, 1-2 അല്ല. കാഴ്ച ഇല്ല, ആ സഹോദരന് നഷ്ടപ്പെട്ടു, കണ്ണ് കാണൂല, ഒരു കാലില്ല, പ്രഷറും ഷുഗറായിട്ട് കിടക്കുക. ഇനിയെങ്കിലും ആ മനുഷ്യനെ ഒന്ന് വീട്ടിൽ വന്ന് മരിക്കാൻ സമ്മതിച്ചു നിങ്ങൾക്ക്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റൂ? എന്തെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ. ആവുന്ന കാലത്ത് അയാളെ സ്റ്റേജിൽ നിർത്തിയിട്ട് വോട്ട് വാങ്ങി എന്നല്ലാണ്ട് കരിവേപ്പില പോലെ വലിച്ചെറിഞ്ഞില്ല മനുഷ്യനെ. എന്താണ് നിങ്ങൾ പിന്നെയും പറയണത്? ഇനി CPM ഉള്ളൂ, ഇനി CPM ഉള്ളൂ. ആരാണ് ഈ പറയുന്നത്? ഏത് അർത്ഥത്തിലാണ് നിങ്ങൾ ഈ പറയണത്? RSSനെ പ്രതിരോധിച്ചുകൊണ്ട് ഞങ്ങൾ നിൽക്കുന്നു. ഇവിടെ കൊല്ലപ്പെട്ട കേസെടുത്തോ, ഫൈസൽ ഇസ്ലാമിലേക്ക് വന്നതിന്റെ പേരിൽ കൊല്ലപ്പെട്ടുള്ളൂ തിരൂരില്. എന്തേ കൊടുത്ത നിങ്ങള്? റിയാസ് മൗലവി കാസർഗോട്ട് കൊല്ലപ്പെട്ടല്ലോ, എന്തേ കൊടുത്തത്? റിയാസ് മൗലവിന്റെ കേസ് കൊണ്ടുപോയി നശിപ്പിച്ചില്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോലീസ്? വെറുതെ ഒരു മനുഷ്യനെ കൊന്നതാണെന്ന് ആക്കി മാറ്റിയില്ല കേസ്. അവൻ ഓരോ സംഭവം എടുത്തോ. കേരളത്തിൽ നടന്നിട്ടുള്ള പൗരത്വ സമര കേസ്, പൗരത്വ സമര കേസ് ഒന്നും എടുക്കൂല എന്ന് പറഞ്ഞ് എടുത്തു. ഇപ്പൊ അത് പിൻവലിച്ചു. പിൻവലിക്കുന്ന കൂട്ടത്തിൽ എന്താ പിൻവലിച്ചെന്നറിയോ? ശബരിമല കേസുകൾ പിൻവലിക്കുക. നാമജപ ഘോഷയാത്രയുടെ പേരിൽ നടന്നിട്ടുള്ള കേസുകളും. ആ കേസ് എന്താ? ആ കേസ് ബസ് തകർത്ത കേസ്, പോലീസ് ജീപ്പ് തകർത്ത കേസ്, പൗരത്വ സമരത്തിൽ ഏതെങ്കിലും ഒരു ബസ് തകർത്തിട്ടുണ്ടാകും. ഇത് രണ്ടും ഒരു തുലാസിലിട്ടിട്ട് തൂക്കിയത് എന്തിനാണ്? CPM എന്താവശ്യത്തിനാണ് നിങ്ങൾ തൂക്കിയത്? ആദിയന്റെ കേസ് എവിടെയായിരുന്നു? CPM ആരുടെ കൂടെയായിരുന്നു? അവിടെ വനിതാ കമ്മീഷന് പറഞ്ഞയച്ചോ? പാലത്തായില് RSSകാരൻ ഒരു മുസ്ലിം പെൺകുട്ടിയെ പീഡിപ്പിച്ചപ്പോ അവിടെ ശിശു ക്ഷേമ സമിതിയെ പറഞ്ഞയച്ചോ? കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ പോയപ്പോ ഉടനെത്തിയല്ലോ അവിടെ ശിശുക്ഷേമ സമിതി. എന്തേ പാലത്തായിൽ പോവാതിരുന്നത്? ഈ ഓരോന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് കൂടുതൽ കിടക്കില്ല. ഏറ്റവും ഒടുവിലത്തെ ഒറ്റ സംഭവം കൂടെ പറയാം. ഇപ്പോ പുതിയ സംഭവം ഉണ്ടല്ലോ, നമ്മളെ ശ്രീ M എന്ന് പറഞ്ഞ മനുഷ്യൻ, ശ്രീ M, അതാണ് അയാളുടെ പേര്. അയാളുടെ ഒരു യോഗാ സെന്റർ ഉണ്ട്. ആ യോഗാ സെന്ററിന് ഏക്കർ കണക്കിന് ഭൂമി പാട്ടത്തിന് കൊടുത്തിക്ക. കേരള സർക്കാർ കൊടുത്താട്ടോ പാട്ടത്തിന്. അയാൾക്ക് യോഗാ സെന്റർ തുടങ്ങാൻ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ തന്നെ പറയാണ്, ഇപ്പോൾ കണ്ണൂരിൽ RSSും CPMും തമ്മിൽ സംഘടന ഇല്ലാതിരിക്കാൻ കാരണം എന്താണെന്നറിയോ? ഞാൻ മധ്യസ്ഥത വഹിച്ച ചർച്ചയാണ്. അപ്പൊ ഞാൻ മധ്യസ്ഥത വഹിച്ചിട്ട് ആരൊക്കെയാ ചർച്ച? ഒരു ഭാഗത്ത് സഖാവ് പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, മറുഭാഗത്താര RSSന്റെ ഗോപാലൻകുട്ടി മാസ്റ്ററും അതുപോലുള്ള ആൾക്കാരും. അവസാനം കേൾക്കുന്ന പേരാരാന്നറിയോ? P ജയരാജൻ. RSSകാർ ബോംബെറിഞ്ഞ് തകർത്ത കയ്യുമായിട്ട് ജീവിക്കുന്ന രക്തസാക്ഷി എന്ന് പറഞ്ഞിട്ട് വോട്ട് പിടിക്കുന്ന, CPMന് നയിച്ചുകൊണ്ടിരിക്കുന്ന P ജയരാജൻ RSSന്റെ കൂടെ ഇരുന്നിട്ട് ചായ കുടിച്ച് ചർച്ച നടത്തിയത്രേ. ഇനി നമ്മൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവുകയാണ്. ശ്രീ M ആയിരുന്നു മധ്യത്തിൽ. ആരെയാണ് ഈ പാർട്ടി പറ്റിക്കുന്നത്? നമ്മൾ ആലോചിക്കണം. ഈ ഏക്കർ കണക്കിന് ഭൂമി കേട്ടോ ശ്രീ Mന് പാട്ടത്തിന് കൊടുക്കുമ്പോ നിങ്ങൾ വേറൊരു ചിത്രം മറന്നു പോരുന്നിട്ടോ. കേരളത്തില് ഒരു ആൺകുട്ടി, 10-14 വയസ്സുള്ള ഒരു ആൺകുട്ടി പോലീസിന് നേരെ കൈ ചൂണ്ടി നിന്നൊരു ചിത്രം നിങ്ങളെ മനസ്സിൽ പോവരുത്. എന്തിനാണെന്നറിയോ? സ്വന്തം അച്ഛന്റെ കുഴിമാടം മാന്താൻ വേണ്ടിയിട്ട് സ്വന്തം പറമ്പില് കൈക്കോട്ട് കൊണ്ട് കുഴിക്കുമ്പോ പോലീസ് തടയാൻ വന്നപ്പോ എന്നെ അച്ഛനെ നിങ്ങൾ കൊന്നില്ലേ, ഇനിയും നിങ്ങൾക്ക് മതിയായില്ലേ എന്ന് ചോദിച്ചിട്ട് ആ കുട്ടി നെയ്യാറ്റിൻകരയിൽ വിരലുയർത്തിയത് സ്വന്തമായിട്ട് കിടക്കാൻ 4 സെന്റ് ഭൂമി ഇല്ലാത്തതുകൊണ്ട്. ആ കുട്ടിയുടെ അമ്മയും മരിച്ചു പിറ്റേന്ന്. 2 ശവശരീരവും ആ മണ്ണിൽ കുഴിച്ചിട്ട ആ കേരളത്തിലാണ് യോഗാ സെന്റർ നടത്താൻ ഏക്കർ കണക്കിന് ഭൂമി സൗജന്യമായിട്ട് കൊടുക്കണം. ഇതിന്റെ പേരെന്താ? രാജ്യസ്നേഹം എന്നാണോ? അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിനിധാനം ചെയ്യുന്ന തൊഴിലാളി വർഗ വിപ്ലവമാണ്. എന്താ ഇതിന്റെ പേര്? ഇതാ ഞങ്ങൾ പറഞ്ഞത്. ഇതൊക്കെ മനസ്സിൽ വേറൊരു സാധനമാണ്.
സംഘപരിവാരത്തിന് കീഴ്പ്പെടുക, എങ്ങനെങ്കിലും അഡ്ജസ്റ്റ് ആവുക, ഭരിക്കണം. കാരണം സ്വർണ്ണക്കടത്ത് ഒരു ഭാഗത്തുണ്ട്, ഡോളർ കടത്ത് വേറൊരു ഭാഗത്തുണ്ട്, പിന്നെ വേറെ അങ്ങനെ പല ജാതി ഏർപ്പാടുണ്ട്. ഇതൊക്കെ ഒന്ന് മൂടി വെക്കണമെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള വഴി എന്താ? കമന്നടിച്ചു വീഴുക. അവിടെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ എല്ലാ സാധനമായിട്ടും. അപ്പം ഇനി നമ്മൾ കുറച്ചുകൂടെ യോഗി കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. പറവൂരിൽ തോക്ക് പിടിച്ച കേസ് ഉണ്ടായിരുന്നു, പോപ്പുലർ ഫണ്ട് ജാഥയിലേക്ക് വന്നിട്ട്. ആ കേസ് ഇപ്പോൾ ഏകദേശം പിറ്റേന്ന് തന്നെ ജാമ്യം കൊടുത്ത് വിട്ടല്ലേ. ഈ അടുത്ത് ആലപ്പുഴയിൽ പിന്നെ STPIക്കാരും പിന്നെ BJPക്കാരും തമ്മിലൊരു സംഘടന ഉണ്ടായി. ഈ സംഘടന ഉണ്ടായപ്പോൾ പിന്നെ ഒരു സംഘടനത്തിൽ ഒരു RSSകാരൻ കൊല ചെയ്യപ്പെട്ടു. അതിനുശേഷം അവിടെ നടന്നൊരു പ്രതിഷേധ യോഗത്തിൽ RSS നേതാവ് പ്രസംഗിച്ചത് നമ്മൾ കേട്ടതാണ്. STPI അല്ല പ്രശ്നം, പോപ്പുലർ ഫ്രണ്ടും അല്ല പ്രശ്നം, ഇസ്ലാമാണ് പ്രശ്നം. ഇതാണ് 30 കൊല്ലമായിട്ട് പോപ്പുലർ ഫ്രണ്ട് പറഞ്ഞത്. ഞങ്ങളല്ല പ്രശ്നം. പോപ്പുലർ ഫ്രണ്ട് RSSന് ഒരു പ്രശ്നേ അല്ല. കാരണം പോപ്പുലർ ഫ്രണ്ടുകാരോട് എങ്ങനെ നിൽക്കണം എന്ന് RSSകാർ കഴിഞ്ഞ 30 കൊല്ലം കൊണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വരാനുള്ള സാധ്യത വളരെ കുറച്ചേ ഉള്ളൂ. ഞങ്ങൾ അങ്ങനെ ആക്കിയിട്ടുണ്ട്, കുറെ പണിയെടുത്തിട്ടുണ്ട്. അപ്പൊ അതിങ്ങോട്ട് വരില്ല. പക്ഷേ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? മുസ്ലിങ്ങളാണ്, ഇസ്ലാമാണ്. ഇതിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് RSS ലക്ഷ്യം വെക്കുന്നത് എന്ന് പറഞ്ഞു. അത് തെറ്റാണ് എങ്കിൽ അയാളുടെ പേരിൽ RSS നടപടി എടുക്കണമല്ലോ, എടുത്തിട്ടില്ല. അയാൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ നടപടി എടുക്കണമല്ലോ, എടുത്തിട്ടില്ല. കാരണം വളരെ ഭംഗിയാണ് RSSന്റെ പ്രത്യയശാസ്ത്രം. അത് മുസ്ലിങ്ങൾക്കെതിരാണ്, കമ്മ്യൂണിസ്റ്റുകാർക്കെതിരാണ്, ക്രിസ്ത്യാനികൾക്കെതിരാണ്. ഈ രാജ്യത്തിലെ ഭരണഘടനയിലുള്ള എഴുതി വെച്ച മുഴുവൻ തത്വങ്ങൾക്കും എതിരാണ് സംഘപരിവാരം RSS എന്ന് പറയുന്നത്. അത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഞങ്ങളെ ഈ പേരിലൊക്കെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ UPന്റെ പേരിൽ എന്തിനാ UPന്റെ പേരിൽ ഇപ്പൊ ഞങ്ങൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്? പോപ്പുലർ ഫണ്ടുകാർ ബോംബുണ്ടാക്കുന്നു, തോക്കുണ്ടാക്കുന്നു. പോപ്പുലർ ഫണ്ടുകാര് വസന്ത പഞ്ചമി ആഘോഷം നടക്കുന്നതിനിടയിൽ ബോംബ് പൊട്ടിക്കാൻ പോയിരുന്നു. ഞങ്ങൾക്കറിയാം, ബോംബ് പൊട്ടിക്കാനും അതുപോലെ ആളുകളെ കൊല്ലാനാണ് പോണത് സംഘമാണ് ഇതെങ്കിൽ ഇതിനെ എന്നോ അവസാനിപ്പിക്കാൻ പറ്റും, ഒരു സംശയവുമില്ല. അങ്ങനെയുള്ള ഭീകര സംഘടനകളെ എന്ത് ചെയ്യണമെന്ന് കേരള പോലീസിന്, ഇന്ത്യയുടെ പട്ടാളത്തിനറിയാം. പോപ്പുലർ ഫണ്ട് അത് ചെയ്യണില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളെ ഈ രീതിയിലൊക്കെ ഇങ്ങനെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഞങ്ങൾ 30 കൊല്ലമായാലും നിങ്ങൾക്ക് അറിയാലോ. ഈ 30 കൊല്ലം കൊണ്ട് എത്ര ബോംബുകൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കരുളായിൽ ബോംബ് പൊട്ടിയത് ആരുടെ കയ്യിൽ നിന്നാണെന്ന് മറന്നുപോണ്ടില്ല. ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അത് കൊല്ലം എത്ര കഴിഞ്ഞാലും കരുളായി എന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഓർമ്മയുള്ളത് ആ ബോംബിന്റെ ശബ്ദമാണ്. അത് ഞങ്ങൾ അവസാനിപ്പിക്കും, അതിനൊരു സംശയമില്ല. ഇനി അത്തരം ബോംബ് ഇവിടെ പൊട്ടൂല. അത് ഞങ്ങൾ തീരുമാനിച്ചിറങ്ങിയിട്ടുണ്ട്, അതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പൊ ഇങ്ങനെ ഈ ബോംബ് പൊട്ടി ഞങ്ങളിപ്പോ UP ചെയ്തുകൊണ്ടിരിക്കണം എന്താ? CAA വിരുദ്ധ സമരത്തിൽ, NRC വിരുദ്ധ സമരത്തിൽ 23 ആളെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. ഈ 23 ആളുകളെ വെടിവെച്ച് കൊന്ന കേസ് കോടതിയിൽ വേറൊരു വിചാരണ നടക്കുമ്പോ ജഡ്ജി, അലഹാബാദ് ഹൈക്കോടതിയിലെ ജഡ്ജി ചോദിക്കുക, 23 ആളുകളെ വെടിവെച്ച് കൊന്ന ആ കേസ് ആർക്കും പരാതിയില്ലേ? അപ്പൊ അവിടുത്തെ ഗവൺമെന്റ് വക്കീല്, പബ്ലിക് പ്രോസിക്യൂട്ടർ എണീറ്റെന്ന് പറയാം, അതിൽ ആർക്കും പരാതിയില്ല. അവിടെ പോപ്പുലർ ഫണ്ടിന്റെ വക്കീലുണ്ടായിരുന്നു. അദ്ദേഹം എണീറ്റ് പറഞ്ഞു, പരാതി ബഹുമാനപ്പെട്ട കോടതി സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ഹാജരാക്കാം. കോടതി സമ്മതിച്ചു. 400 പരാതികളാണ് പോപ്പുലർ ഫണ്ടിന്റെ വക്കീല് കോടതി കൊണ്ട് കൊടുത്തത്. എങ്ങനെ 400 പരാതികൾ UPയിൽ കിട്ടി? വെറുതെ അല്ല, 7 സെന്ററുകൾ തുറന്നു പോപ്പുലർ ഫണ്ട്, 7 നിയമസഹായ കേന്ദ്രങ്ങൾ തുറന്നു. അവിടെ ജനങ്ങളോട് പരാതി തരാൻ പറഞ്ഞു. അങ്ങനെ പരാതികൾ ശേഖരിച്ചിട്ടാണ് വിവിധ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്തത്. എവിടെ ആലോചിക്കണം കേട്ടങ്ങള്? UPയില്. ഇന്ന് വരെ കൊന്നു കളഞ്ഞ ഒരു മനുഷ്യനും ചോദിക്കാനില്ലാതിരുന്ന UPയിൽ. അവിടെ നമ്മൾ അഭിമാനിക്കണം. നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ ആൺകുട്ടികളാണ് UPയിൽ വിത്ത് മുളപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ നട്ട് നനച്ചു വളർത്തിക്കൊണ്ടിരിക്കുക. അവിടെ ഒരു സംസ്ഥാന കമ്മിറ്റി ഇല്ല, അവിടെ അഡ്ഹോക് കമ്മിറ്റിയേ ഉള്ളൂ. ആ അഡ്ഹോക് കമ്മിറ്റിന്റെ ചെയർമാനെയും കൺവീനറെയും മാസങ്ങളോളം ജയിലിലിട്ട് പീഡിപ്പിച്ചു. ഒരു കേസ് കഴിഞ്ഞ് ജാമ്യം ഇറങ്ങുമ്പോൾ അടുത്ത കേസ്, പിന്നെ ഒരു കേസ് വരുമ്പോൾ പിന്നെയും, പിന്നെ ജാമ്യം ഇറങ്ങുമ്പോൾ പിന്നെയും കേസ്. ഇങ്ങനെ കേസ് കൊണ്ട് പൂട്ടാൻ നോക്കി. പക്ഷെ ഞങ്ങളുടെ പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു. ഫിറോസിനെയും അൻഷാദിനെയും കൊണ്ടുപോയപ്പോ UP പോലീസിന്റെ ചരിത്രം വെച്ചിട്ട് അവർ ചെയ്യേണ്ടിയിരുന്നത് ആ രാത്രിയിൽ അവരെ വെടിവെച്ചു കൊല്ലായിരുന്നു വേണ്ടിയിരുന്നത്. കൊല്ലാതിരിക്കാൻ കാരണം എന്താ? ഞങ്ങളുടെ പ്രവർത്തകർ അവിടെ എത്തി.
ഞങ്ങളുടെ പ്രവർത്തകർ ജയിലുകളിൽ, പോലീസ് സ്റ്റേഷനുകളിൽ അന്വേഷിച്ചെത്തി. അതുകൊണ്ടാണ് ഞങ്ങളുടെ പ്രവർത്തകരെ ആ രീതിയിൽ വിട്ടുകിട്ടിയിട്ടുള്ളത്. ഈ പ്രവർത്തനം യു പിയിൽ നടത്തുന്നത് കൊണ്ടാണ് ആദിത്യനാഥ് എന്ന് പറയുന്ന യു പിയിലെ മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞത്, ഈ പോപ്പുലർ ഫ്രണ്ടിനെ ഞാൻ വളരാൻ സമ്മതിക്കില്ല. അൽഹംദുലില്ലാ, അത് തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. നിങ്ങളത് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പോപ്പുലർ ഫ്രണ്ട് വളരും, അത് യാതൊരു സംശയവുമില്ല. കാരണം ശത്രുവിന്റെ സർട്ടിഫിക്കറ്റ് അങ്ങ് കിട്ടിയിട്ടുണ്ട്. RSSകാർ ഞങ്ങളെ കുറിച്ച് ഒരു കാലത്തും നല്ലത് പറയരുതേ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. RSSകാർ എന്ന് ഞങ്ങളെ കുറിച്ച് നല്ലത് പറയണോ അന്ന് ഞങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് അതിന്റെ അർത്ഥം. ആ നീയത്തോടുകൂടി ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കേരളത്തിൽ കിടന്നിട്ട് നമ്മളിങ്ങനെ തലകുത്തി മറിഞ്ഞിട്ട് രാഷ്ട്രീയ പാർട്ടിക്കാർക്കാവട്ടെ വേറെ ആട്ടെ മുസ്ലിം സമുദായത്തെ ഉദ്ധരിക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ കാര്യമൊന്നുമില്ല. കേരളത്തിലെ മുസ്ലിം ജനസംഖ്യയുടെ 5 ഇരട്ടിയോളം മുസ്ലിങ്ങൾ ഏകദേശം യു പിയിലുണ്ട്. ഇവിടെ എടുക്കണ പണി അവിടെ പോയി എടുത്താണ്ടല്ലോ ഇതിന്റെ 5 ഇരട്ടി റിസൾട്ട് ഉണ്ടാവുമോ. മാത്രല്ല ഇന്ത്യയിലെ ആകെ മുസ്ലിം ജനസംഖ്യയുടെ ഏകദേശം 1/4 ഭാഗമുള്ളത് യു പിയിലാണ്. ബാക്കി 3/4 ഉള്ളൂ കാശ്മീർ മുതൽ ഇവിടെ വരെ. ഈ പറയുന്ന ആസാം, ബീഹാർ, യു പി ഈ 3 സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിയാൽ ഈ 3 സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പകുതി ഉള്ളത്. ബാക്കി പകുതിയേ ഉള്ളൂ കേരളത്തിൽ പൊതുവെ കാശ്മീർ വരെയുള്ള സ്ഥലം എടുത്തു നോക്കിയാൽ. പോപ്പുലർ ഫ്രണ്ട് പോയി ഞങ്ങളുടെ 100ഓളം പ്രവർത്തകർ ഞാൻ പറഞ്ഞല്ലോ പണിയെടുക്കുന്നത് യു പിയിലും ബീഹാറിലും ആസാമിലും ഒക്കെയാ. ഈ പറഞ്ഞ 50% ആളുകൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പ്രവർത്തനം വഴി പോപ്പുലർ ഫ്രണ്ടിന്റെ മെസ്സേജ് ഏറ്റെടുത്തിട്ട് ഈ പറയുന്ന രീതിയിൽ സംഘപരിവാരത്തിനെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഇൻഷാ അല്ലാഹ് ഇന്ത്യയുടെ ചിത്രം മാറുമെന്ന് സംഘപരിവാരം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സാധനത്തിന് എന്ത് വില കൊടുത്തുകൊണ്ടും ഒതുക്കണം എന്നവർ ആലോചിക്കണത്. ഞങ്ങൾ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി പോവല്ലോ, ഞങ്ങൾ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി പോവല്ല, ഞങ്ങൾ രാജ്യത്തെ സ്നേഹിക്കണോണ്ടാണ്. അത് RSSന് മനസ്സിലാവൂല രാജ്യസ്നേഹം എന്താണ്. അത് വായ കൊണ്ട് പറയുന്നൊരു സാധനമല്ല. ഞങ്ങൾ രാജ്യത്തെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് പോണേ. ഹിന്ദു സമൂഹത്തെ കൊല്ലുക അത് ഞങ്ങളുടെ പരിപാടിയല്ല. യു പിയിൽ ഇപ്പൊ അതാണല്ലോ പറഞ്ഞത്, വസന്ത പഞ്ചമി നാളിൽ ബോംബ് വെച്ചിട്ട് കൊല്ലുക എന്നുള്ളത്. അതൊന്നും ഒരു സ്ഥലത്തും പോപ്പുലർ ഫ്രണ്ട് ചെയ്തിട്ടില്ല. കേരളത്തിൽ 30 കൊല്ലായല്ലോ. ഞങ്ങളുടെ ശത്രു ഹിന്ദു സമൂഹം പോപ്പുലർ ഫ്രണ്ടിന്റെ ശത്രുവല്ല. ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ശത്രുക്കൾ ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണ്, പോപ്പുലർ ഫ്രണ്ടിന്റെ ശത്രുക്കളായിട്ടല്ല. രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ഈ രാജ്യത്തിന് അപകടമാണ്. അത് എവിടെ നിന്ന് തുടങ്ങുന്നുണ്ട് നിങ്ങൾ അറിയണം. നമുക്ക് ഈ ശ്രീകൃഷ്ണ ജയന്തി ഉണ്ടല്ലോ, നമ്മുടെ നാട്ടില് കൃഷ്ണൻ ജനിച്ച ദിവസം ജന്മാഷ്ടമി ദിവസത്തില് നമ്മുടെ നാട്ടിലൊക്കെ ഘോഷയാത്ര നടത്തും. ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് കുട്ടികളടക്കമുള്ള ജാഥ. ആ ജാഥയിൽ CPMകാരനും കോൺഗ്രസ്സുകാരനും ഒക്കെ മക്കളെ പങ്കെടുപ്പിച്ചു. അങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ പങ്കെടുപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നോക്കണം, അതിന്റെ മുന്നിൽ പിടിച്ച ബാനർ ഉണ്ടാവും, ബാലദിനം ബാലഗോകുലം. സംഘാടനം നടത്തുന്നത് ബാലഗോകുലം. ഏതാ ബാലഗോകുലം? ബാലഗോകുലം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ കുട്ടികളുടെ സംഘടനയാണോ? ബാലഗോകുലം എന്ന് പറഞ്ഞാൽ CPMന്റെ കുട്ടികളുടെ സംഘടനയാണോ? ബാലഗോകുലം എന്ന് പറഞ്ഞാൽ RSSന്റെ സംഘടനയാണ്. അവിടെ നിന്ന് തുടങ്ങും ഈ പണി. അത് കഴിഞ്ഞാൽ പിന്നെ യുവമോർച്ച യുവാക്കൾക്ക്, മഹിളാ മോർച്ച സ്ത്രീകൾക്ക്, BJP രാഷ്ട്രീയക്കാർക്ക്, തപസ്യ സാഹിത്യകാരന്മാർക്ക്, അഭിഭാഷക പരിഷത്ത് വക്കീൽമാർക്ക്, അങ്ങനെ തുടങ്ങി അന്ധന്മാരായ ആൾക്കാർക്ക് ദൃഷ്ടിഹീൻ പരിഷത്ത് എന്ന് തുടങ്ങിയിട്ട് ഒരുപാട് സംഘടനകളുടെ കേന്ദ്രമാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള 10-30ഓളം സംഘടനകളുടെ ഒരു പേരാണ്, അടിവേരിന്റെ പേരാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം. 1925 മുതൽ ഇവിടെ ഉണ്ട്. 100 കൊല്ലം തികയ്ക്കാൻ പോവുക. ഈ 100 കൊല്ലം തികയ്ക്കുമ്പോ ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കണം എന്നുള്ള നിയ്യത്തോടു കൂടിയാണ് RSS പ്രവർത്തിക്കുന്നത്. 100 കൊല്ലം ആവാൻ പോകുന്ന ഒരു സംഘടനയാണ്. ഈ സംഘടനയെ ഇന്ത്യ രാജ്യത്ത് വളരാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കഴിഞ്ഞ 30 കൊല്ലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ആ ഒരു ശത്രു മാത്രമേ ഉള്ളൂ. RSSകാരൻ ഞങ്ങളുടെ ശത്രു ഒന്നുമല്ല. ഒരു RSSകാരന്റെ പീഡിയ സാധനം വാങ്ങൂല, RSSകാരന്റെ വണ്ടി വിളിക്കൂല, അതൊന്നും ഞങ്ങളെ പോളിസിയല്ല. RSSകാരൻ ഈ രാജ്യത്തെ നശിപ്പിക്കാൻ പണിയെടുത്താൽ, ഈ സമുദായത്തിനെതിരെ കുതിര കയറാൻ വന്നാൽ
RSS അമ്പലപ്പറമ്പിൽ ശാഖ നടത്തുന്നതിന് ഞങ്ങൾ എതിരല്ല, അത് നടത്തിക്കോട്ടെ. അവര് ഈ പറഞ്ഞ പിന്നെ മുച്ചാണ് വടിയുമായിട്ട് തിരിഞ്ഞും മറിഞ്ഞും കളിച്ചോട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. കബഡി കളിച്ചോട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. അവർ മുക്കോണുള്ള കൊടി ഉയർത്തിക്കോട്ടെ, അതും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ശാഖയിൽ കളിച്ചോട്ടെ, അതും പ്രശ്നമില്ല. പക്ഷേ മുസ്ലിം സമുദായത്തിന് നേരെ, ഈ രാജ്യത്തിന് താല്പര്യങ്ങൾക്ക് നേരെ RSS വരികയാണെങ്കിൽ അവിടെ കൈക്ക് ഞങ്ങൾ പിടിക്കും, അതിനൊരു സംശയവും വേണ്ട. അത് ഞങ്ങളുടെ പ്രവർത്തന പദ്ധതിയാണ്, അതിനാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതിനെ പ്രതിരോധിക്കാൻ ആരുണ്ട് എന്നാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ആരുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞ കോൺഗ്രസ് നിങ്ങൾക്ക് പറ്റുമോ? സമാധാനമുള്ളൂ നിങ്ങൾക്ക്? CPM-ന് പറ്റുമോ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് പറ്റുമോ? ഈ രാജ്യത്ത് ഈ വരുന്ന സംഘപരിവാരത്തെ, നരേന്ദ്രമോദി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാര അജണ്ടയെ, സഖാവ് പിണറായി വിജയൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന, അറിഞ്ഞോ അറിയാതെയോ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാര അജണ്ടയെ പ്രതിരോധിക്കാൻ നിങ്ങൾ ഈ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക്, സംഘടനകൾക്ക് കഴിയോ? ഇല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കണം, ഇത് പ്രതിരോധിക്കാൻ വേണ്ടി രംഗത്ത് വന്ന പണിയെടുത്ത നമ്മളെ പോലെയുള്ള ഒരുപാട് ആളുകൾ ഇന്ന് എവിടെയാണ്? നമ്മൾ സുഖമായി സ്വസ്ഥമായി വീട്ടിൽ കിടന്നിറങ്ങുമ്പോ, നമ്മൾ സുഖമായി സുഖിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിന്റെ കൂടെ ജീവിക്കുമ്പോ, നമ്മുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടേതായ ജോലികളിൽ ഇടപെടുമ്പോ, നമ്മളുടെ സ്വൈര്യമായ ജീവിതം വളരെ സുന്ദരമായിട്ട് മുന്നോട്ട് നീങ്ങുമ്പോ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. റഊഫ് ഷെരീഫ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാണ്. ആ ചെറുപ്പക്കാരൻ ഇന്ന് ജയിലിലാണ്, ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ UP-യിൽ ജയിലിലാണ്. സിദ്ദീഖാപ്പര് ഹത്രാസിൽ റിപ്പോർട്ട് ചെയ്യാൻ പോയതിന്റെ പേരിൽ ജയിലിലാണ്. നമുക്ക് വേണ്ടി അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ്. ഇപ്പോ ജാമ്യത്തില് 5 ദിവസം വയസ്സായ മരണക്കിടക്കയുള്ള സ്വന്തം ഉമ്മയെ കണ്ടിട്ട് ആ മനുഷ്യൻ വീണ്ടും UP-യിലെ ജയിലിലേക്ക് തിരിച്ചു പോയിരിക്കുന്നു. അബ്ദുൽ നാസർ മദനി അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ല, ഈ രാജ്യത്തിലെ ദളിതനും മുസൽമാനും ന്യൂനപക്ഷത്തിനും വേണ്ടിയിട്ട് നീതിക്ക് വേണ്ടി ശ്രദ്ധിച്ചതിന്റെ പേരിൽ 20 കൊല്ലമായിട്ട് ആ ഒറ്റക്കാലുള്ള മനുഷ്യൻ, കണ്ണു കാണാത്ത മനുഷ്യൻ, പ്രഷറും ഷുഗറും ഉള്ള മനുഷ്യര് 20 കൊല്ലമായിട്ട് ജയിലിൽ കിടക്കുക. നമുക്ക് വേണ്ടിയിട്ടാണ് ആ മനുഷ്യൻ ജയിലിൽ കിടക്കുന്നത്. സക്കരിയ ഒരു ബാറ്ററി കൊടുത്തതിന്റെ പേരിൽ 12 കൊല്ലമായിട്ട് സക്കരിയ ജയിലിൽ കിടക്കാണ്. പരപ്പനങ്ങാടിക്കാരൻ ചെയ്ത കുറ്റത്തിന്റെ ശിക്ഷ അദ്ദേഹത്തിന് വിധിച്ചാൽ പോലും 12 കൊല്ലം ജയിലിൽ കിടക്കില്ല. ആ മനുഷ്യൻ 12 കൊല്ലമായിട്ട് വിചാരണ കാട്ടി ജയിലിൽ കിടക്കുകയാണ്. ഗൗതം നവലേഖ നമുക്ക് വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ, രാജ്യത്തിന് വേണ്ടി പറഞ്ഞതിന്റെ പേരിൽ ജയിലിൽ കിടക്കാണ്. വരവര റാവു, വൃദ്ധനായ വരവര റാവു ഇപ്പൊ ജാമ്യം കിട്ടിയിട്ടുണ്ട്. ഇതുവരെ ജയിലിലായിരുന്നു ഈ രാജ്യത്തിന് വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ. സ്റ്റാൻ സ്വാമി, 83 വയസ്സുകാരനായ സ്റ്റാൻ സ്വാമി, വിറയ്ക്കുന്ന കൈകളുള്ള സ്റ്റാൻ സ്വാമി, സ്വന്തമായി കൈകൊണ്ടൊരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഗ്ലാസിൽ സ്ട്രോ ഇട്ടിട്ട് അത് വലിച്ചു കുടിക്കുന്ന സ്റ്റാൻ സ്വാമി കഴിഞ്ഞ മാസങ്ങളായിട്ട് ഡൽഹിയിൽ ജയിലിൽ കിടക്കുക. നമുക്ക് വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ അഡ്വക്കേറ്റ് സുധാ ഭരദ്വാജ് എന്ന് പറയുന്ന സ്ത്രീ ജയിലിൽ കിടക്കാണ്. നമുക്ക് വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ നിഷാ രവി 2 ദിവസം ജയിലിൽ കിടന്നതാണ്. നമുക്ക് വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ റോണ വിൽസൺ, നമുക്ക് വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറിൽ വ്യാജമായിട്ട് കത്തുകൾ തിരികെ കയറ്റിയതിന്റെ പേരിൽ അദ്ദേഹം ജയിലിൽ കിടക്കാണ്. നമുക്ക് വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ ആനന്ദ് തുമ്പെ ജയിലിൽ കിടക്കുന്നു. നമുക്ക് വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ മലയാളിയായ ഹാനി ബാബു, ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊഫസർ, ഈ രാജ്യത്തിന് വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ ജയിലിൽ കിടക്കാണ്. ഷർജീൽ ഇമാം ജയിലിൽ കിടക്കാണ്. ചെറുപ്പക്കാരനാണ്, വിദ്യാർത്ഥിയാണ്, JNU-ലെ സ്റ്റുഡന്റ് ആണ്, ജയിലിൽ കിടക്കാണ്. ഷർജീൽ ഉസ്മാനി ജയിലിൽ കിടക്കാണ്. NRC-ക്കെതിരെയുള്ള സമരം നയിച്ചതിന്റെ പേരിൽ ഉമർ ഖാലിദ് ജയിലിൽ കിടക്കുന്നു. നടാഷ നഗർവാൾ എന്ന് പറയുന്ന പെൺകുട്ടി ജയിലിൽ കിടക്കുകയാണ്. ഈ രാജ്യത്തിന് വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ അത്തീഖുർ റഹ്മാനും മീരാൻ ഹൈദറും മുഹമ്മദ് ആലമും മസൂദ് അഹമ്മദും ഫിറോസും അനിഷാദും അടക്കം 100 കണക്കിന് 1000 മനുഷ്യന്മാര്, ചെറുപ്പക്കാര്, സ്ത്രീകള്, കുട്ടികള് ജയിലിൽ കിടക്കുകയാണ്. ഈ രാജ്യത്തിന് വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ, നീതിക്ക് വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ, നീതി ചോദിച്ചതിന്റെ പേരിൽ, മുസ്ലിങ്ങൾ വേദന അനുഭവിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ, ദളിതുകൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ, എന്നിട്ടും
സ്വസ്ഥമായി നിങ്ങൾക്കൊക്കെ വീട്ടില് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മനസ്സ് പാറ കൊണ്ട് നിർമ്മിച്ചതായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി സംസാരിച്ചതിന്റെ പേരില്, നമുക്ക് നീതി ചോദിച്ചതിന്റെ പേരില്, നമുക്ക് ന്യായം തരണം എന്ന് പറഞ്ഞതിന്റെ പേരില് നമ്മളുമായി ഒരു ബന്ധവുമില്ലാത്ത ആയിരക്കണക്കിന് പേര് ജയിലുകളിൽ പീഡനം അനുഭവിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, സുഖിച്ച് സുഖലോലുപതയിൽ ജീവിച്ച് സുഖസുന്ദരമായി വീട്ടിലെ പട്ടുമെത്തയിൽ കിടന്നുറങ്ങിയിട്ട് നാളെ സ്വർഗത്തിലേക്ക് വലതുകാലി വെച്ച് കയറിപ്പോകാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എങ്കിൽ അത് അബദ്ധമാണ്. പ്രിയമുള്ളവരെ, വേദന അനുഭവിക്കാതെ, പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകാതെ, ചോദ്യം ചെയ്യാതെ, പോരാടാതെ സ്വർഗത്തിലേക്ക്, ഇവരൊക്കെ പോകുന്ന സ്വർഗത്തിലേക്ക് സുന്ദരമായി സുഖമായിട്ട് ഭക്ഷണം കഴിച്ച് വയറുവീർപ്പിച്ച് കുടുംബത്തോടൊപ്പം ഉല്ലസിച്ച് ജീവിച്ചിട്ട് നമുക്കും പോകാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ മൗഢ്യമാണ്. പ്രിയപ്പെട്ടവരെ, വിഡിത്തമാണ്. സ്വർഗത്തിൽ പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സംസാരിക്കുന്നത് ഞാനല്ല, ഖുർആനാണ് ചോദിക്കുന്നത്. അള്ളാന്റെ മാർഗത്തില് ജിഹാദ് ചെയ്യുന്നവരെ തിരിച്ചറിയാതെ, ക്ഷമിക്കുക, ഈ പോരാട്ടത്തിന്റെ മാർഗത്തില്, വേദനയുടെ മാർഗത്തില്, ഈ കരുത്തിന്റെ മാർഗത്തില്, ചോദ്യം ചെയ്യുന്നതിന്റെ മാർഗത്തില്, ഈ പോരാട്ടത്തിന്റെ ഭൂമികയില് ക്ഷമിക്കുകയും ചെയ്യുന്നവരെ ശരിക്ക് തിരിച്ചറിയാതെ സ്വർഗത്തിലേക്ക് കടക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ വിഡ്ഢിത്തമാണത്. നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളുടെ സുഖലോലുപത, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ സ്വത്ത്, നിങ്ങളുടെ വീടുകൾ എല്ലാം നടക്കട്ടെ. പക്ഷെ അതിന്റെ കൂടെ നിങ്ങളുടെ മനസ്സിന്റെ കോണുകളില് ഈ വേദന അനുഭവിക്കുന്ന, പീഡിപ്പിക്കപ്പെടുന്ന, ഭരണകൂട ഭീകരത ഇരയാക്കിയിട്ടുള്ള, ജയിലുകളിൽ കടന്നുറങ്ങുന്ന, ജയിലുകളിൽ മരിച്ചു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. നമുക്ക് വേണ്ടി പീഡനം അനുഭവിക്കുന്ന ഫിറോസിനെ പോലെ, അൻഷാദിനെ പോലെയുള്ള ആയിരങ്ങൾ നമ്മുടെ മനസ്സിൽ വേണം. നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ മനസ്സുകളിലെ വേദനകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ മനസ്സുകളിലെ ചോദ്യങ്ങൾ സമൂഹത്തോട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ മനസ്സിലെ സങ്കടങ്ങളെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ മനസ്സിലുള്ള പ്രതിഷേധങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ കൂടെ നിങ്ങൾ നിൽക്കണം. ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ കൂടെ നിൽക്കുക മാത്രമല്ല, കാണികളാവാതെ ഇതിനകത്തു വന്ന് നമുക്ക് ഈ അനീതിക്കെതിരെ ചോദ്യങ്ങൾ ഉയർത്തേണ്ടതുണ്ട്. ഈ രാജ്യത്തെ നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. ആ പോരാട്ടത്തിൽ നിങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന്റെ കൂടെ നിൽക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും കൂടെ ഉൾപ്പെടുത്തണമെന്ന അപേക്ഷയോടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി